എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ഇവിടെ ബിസിനസ് മാസ്റ്ററി ഹബിൽ സ്ഥിരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ആൾക്കാരോടാണ്. സമൂഹത്തിലെ എല്ലാ തുറയിലും പെട്ട ആൾക്കാരോടല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പൊ ഇവിടെയുള്ള വാക്കുകൾക്കൊക്കെ കുറച്ച് കച്ചവടത്തിന്റെ മനോഭാവം ഉണ്ടാവും. എങ്ങനെ കച്ചവടം നടത്താമെന്നതിനെ പറ്റി ഉണ്ടാവും. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങളൊക്കെ നോർമൽ ആയിട്ടായിരിക്കും പോവുക. കുറച്ച് കഴിയുമ്പോൾ സെയിൽസിന്റെ ടെക്നിക്കുകൾ പഠിപ്പിക്കുമ്പോഴും മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ പഠിപ്പിക്കുമ്പോഴൊക്കെ കുറച്ച് കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതാണ് ഇതിന്റെ ഭാഗം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതിന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ ആരാണ് എന്നൊന്ന് താഴെ ടൈപ്പ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഒന്നിക്കൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായി ഏൺ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ LIC ഏജന്റ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏജന്റ്, MLM ഏജന്റ്, RD കളക്ഷൻ ഏജന്റ്, അല്ലെങ്കിൽ അങ്ങനെ ഇത്യാദി ഒരു സ്വയം, അതിനൊക്കെ പറയുന്ന പേരാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിൽ കണ്ടെത്തിയവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ ജോലി ചെയ്യുന്നത് എന്നതാണ് പ്രധാനമായ കാര്യം. അതാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ആ ജോലി എന്തിനു വേണ്ടിയാണോ, അല്ലെങ്കിൽ ആ ജോലി എന്നല്ല, ആ പണി എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ചെയ്യുന്നത്, അതാണ് നിങ്ങൾ. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആ ഗൂഢോദ്ദേശം ഉണ്ടല്ലോ, നിങ്ങൾ ആ പണി എടുക്കാനുള്ള ഒരു ഗൂഢോദ്ദേശം ഉണ്ടല്ലോ, ആ ഗൂഢോദ്ദേശം എന്താണ്, അതാണ് നിങ്ങളെ വിളിക്കേണ്ട പേര്. ആ പേര് വിളിച്ച് എല്ലാവരും തുടങ്ങുക. അയാമേ. എന്തായാലും നിങ്ങൾ എന്ത് പണിയെടുത്താലും നിങ്ങൾ ചാരിറ്റി ആയിട്ടൊന്നും അല്ല ഈ ചെയ്യുന്നത്. നിങ്ങൾ പ്രോഫിറ്റിന് വേണ്ടി തന്നെയാണ്, ലാഭത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേരാണ് ഐ എം എ പ്രോഫിറ്റ് മേക്കർ. ഒരു സംശയമില്ല. അത് എല്ലാവരും അതൊരു സമ്മതിച്ചേ പറ്റുള്ളൂ. അത് ഭാഗികമായാലും ആന്തരികമായാലും നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അത് സമ്മതിക്കാത്തവൻ ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പോവരുത്. കാരണം എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? പിന്നെ എന്തിനാ പണിയെടുക്കണേ? ലാഭം ഇല്ലെങ്കിൽ വേണ്ടല്ലോ. അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബിസിനസിന്റെ അടിസ്ഥാന തത്വമാണ്. if you are a profit maker, then യെസ്, സ്റ്റിച്ചിങ് ഷോപ്പ് ആയി കഴിഞ്ഞാലും സെയിം തന്നെയാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് തുറന്നു വെച്ചിരിക്കുന്നത്, അല്ലാതൊന്നും അല്ലല്ലോ. അപ്പോ പ്രോഫിറ്റ്, യെസ്, റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ഫോർ ഫർദർ എംപ്ലോയ്മെന്റ് ആൻഡ് അഡീഷണൽ ഇൻകം ഉണ്ടാക്കണം മാം. ലതാ സരസ്വതി മാം, അഡീഷണൽ ഇൻകം ഉണ്ടാക്കണം. അതിനാണ് അതാണ് ഇന്ന് ഈ പറഞ്ഞു വരുന്നതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഒരു കാര്യം ഇന്നലെ പറഞ്ഞു, വീണ്ടും പറയുന്നു. ഞാൻ ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി പഠിപ്പിക്കാൻ പോകുന്നത്. ഐ ആം നോട്ട് അറ്റ് ആൾ ഇൻവോൾവ് എനി കൈൻഡ് ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഐ നെവർ ഹാഡ് എൻ നെറ്റ്വർക്ക് മാർക്കറ്റ് ഏജൻഷിപ്പ് ഓർ എനിത്തിങ്. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരുടെ ആവശ്യമനുസരിച്ച് ഞാൻ അതിനെ വിശദമായി പഠിച്ചിട്ട് അത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിന്റെ ആധികാരികമായ പഠനം നടത്തി, ആധികാരികമായി അതിന് എഴുതി തയ്യാറാക്കി എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. വെറുതെ പറയുന്ന കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒരു ഇന്റൻഷനും ഇല്ല നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇതിലേക്ക് പോകണമെന്നോ അതിലേക്ക് പോകണമെന്നോ എനിക്കൊരു ഇന്റൻഷനും ഇല്ല. അത് എന്നെ സംബന്ധിച്ച വിഷയമല്ല. ഐ ആം എ കോച്ച്, ജസ്റ്റ് ഐ ആം ഡൂയിങ് എ കോച്ചിങ്. എൻ്റെ പരിപാടി കോച്ചിങ് മാത്രമാണ്. മറ്റു ഒരു തരത്തിലുള്ള ആരും എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കേണ്ട. ഞാൻ ആരുമായിട്ട് ബന്ധപ്പെടുകയില്ല കാര്യത്തിൽ. അത് വളരെ കൃത്യമായി പറയുന്നു. ഐ എം നോട്ട് ഇൻവോൾവ് എനി കൈൻഡ് ഓഫ് ഏജൻസിഷിപ്പ് ഓർ എനി കൈൻഡ് ഓഫ് എന്താ പറയാ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നുമില്ല. എൻ്റെ പരിപാടി ഓൺലി കോച്ചിങ്. ഐ കോച്ച് യു, യു ഗെറ്റ് ദ മണി ആൻഡ് പേ മീ. ഇതാണ് എൻ്റെ പരിപാടി. എനിക്ക് വേണ്ടത് നിങ്ങളെ ഞാൻ കോച്ച് ചെയ്യും, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കും. ആ റിസൾട്ടിൽ നിന്ന് നിങ്ങൾ എനിക്ക് പേ ചെയ്യും. അപ്പൊ ചോദിക്കും ആദ്യം തരണ്ടേന്ന്. ആദ്യം തരണം, കുറച്ച് ആദ്യം തരണം, പിന്നെ ബാക്കി തന്നാൽ മതി കേട്ടോ. ഒന്നും ചെയ്യാതെ ആരും പോകില്ല. നിങ്ങൾ ആരെങ്കിലും ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ബിസിനസ് ചെയ്യാൻ പോകും. ഇന്നലെ ഞാൻ ഇൻവെസ്റ്റിന്റെ കണക്കൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണം. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാണ്, ഇന്നലത്തെ. അതുപോലെ തന്നെ ധനത്തിനെ പറ്റി 100 റൂൾസ് ഓഫ് വെൽത്തിനെ പറ്റി ഞാൻ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ട് എനിക്ക് 6 or 7 ആയപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട്. വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ വെൽത്തിന്റെ റൂൾ ശരിക്കും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ കൺഫ്യൂഷൻ വന്നത് ബിസിനസ് മാസ്റ്ററി ചെയ്യണോ ഹാപ്പിനെസ് മാസ്റ്ററി ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലായി പിന്നെ അവിടെ നിർത്തിയത്. എന്തായാലും ബിസിനസ് മാസ്റ്ററി തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ടീം ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ, ഫൈൻ. ടീം ഡെവലപ്മെന്റ് ഒക്കെ പാർട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുസ്തകത്തിൽ ബിസിനസ് മാസ്റ്ററിങ് ഒരു ബിസിനസ്സിൽ ടീം ഡെവലപ്മെന്റ് കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ. ആ ബുക്ക് ഇംഗ്ലീഷ് ആണ്, പക്ഷെ അതിൽ കൃത്യമായി പറയുന്നത്. അതൊക്കെ നമ്മളിവിടെ പഠിപ്പിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ ഓരോന്ന് പറഞ്ഞോളൂ. അതൊക്കെ നമ്മളിവിടെ കൃത്യമായി പഠിപ്പിച്ചു പോകും. അല്ല, ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പ് ഇപ്പൊ കേസിൽ അതൊന്നും നമ്മുടെ വിഷയങ്ങളേ അല്ല. അങ്ങനെ കുറെ ഉണ്ടാവും.
അങ്ങനെ എന്തൊക്കെ കേസുകളുണ്ട്, ആരൊക്കെ പേരിൽ കേസുണ്ട്, അതൊക്കെ അതിൻ്റെതായ ഭാഗത്ത് തന്നെ നിൽക്കും. അവിടെയെല്ലാം വിഷയം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവൻ അത് കൃത്യമായി വിനിയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാശൊന്നും പോയിട്ടില്ല. ഹൈ റിച്ചിൽ നിങ്ങൾ കണക്കൂട്ടി കഴിഞ്ഞാൽ എത്ര കാശ് പോയിട്ടുണ്ടോ നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാശൊക്കെ നിങ്ങൾക്ക് തിരിച്ചിട്ടുണ്ടാവും. കിട്ടാതെ ഒന്നും ഹൈ റിച്ചിൽ പോയവരില്ല. ഒന്നും ചെയ്യാത്തവന് കിട്ടിയിട്ടുണ്ടാവില്ല, ചെയ്തവന് ഇൻവെസ്റ്റ് ചെയ്ത കാശ് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ലാഭം വരുമ്പോൾ മാത്രമേ പോയതുള്ളൂ. ഞാൻ അതിനെപ്പറ്റി പറയുന്നത്, ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ദാറ്റ്. ഞാൻ കണ്ട് വായിച്ചറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാം. ഹോംലി മീനൊക്കെ സപ്ലൈ ഒക്കെ ഇതിൽ പെടുമല്ലോ. പിന്നെ അതെല്ലാം സ്വയം തൊഴിലല്ലേ. ഹോംലി മീലായാലും ഹോംലി ഫിഷ് ആയി കഴിഞ്ഞാലും ഹോംലി മട്ടൺ നിങ്ങൾ വിറ്റാലും എല്ലാം എന്തിനാ വിൽക്കണേ നിങ്ങൾ? മണി ഉണ്ടാക്കാനാണ് അല്ലേ? അത് സ്വയം തൊഴിലാണ്. അതുകൊണ്ട് സ്വയം തൊഴിൽ ഞാൻ പ്രത്യേകം പറഞ്ഞു. സ്വയം തൊഴിൽ ശരിക്കും ഈ LIC ഏജൻസ് ആയി കഴിഞ്ഞാലോ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഈ RD കളക്ഷൻ ആയി കഴിഞ്ഞോ, LIC അഡ്വൈസർ ആയി കഴിഞ്ഞാലും, എനിത്തിങ് ഈ കോൾഡ് ദിസ് ഓൾ. ചെറിയൊരു മാടക്കട തുടങ്ങുക ആയി കഴിഞ്ഞാൽ, ഒരു ചെറിയ 2 പേരുള്ള ഒരു ബ്യൂട്ടി ഷോപ്പ് തുടങ്ങുകയാണ്, എല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഒന്നിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഒന്നിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒന്നിൽ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഒന്നിൽ ലോ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഇതെല്ലാം ചെറിയ ചെറിയ സ്കെയിൽ ബിസിനസ്സുകളെല്ലാം സെൽഫ് എംപ്ലോയ്മെന്റിൽ വരുന്ന കാര്യമാണ്. അത് വെച്ചാൽ സ്വയം തൊഴിൽ. അവിടെ അവർ സ്വയം തൊഴിൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. കച്ചവടം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, പണിയെടുക്കുന്നത് ഞാൻ തന്നെയാണ്, ലാഭം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്, ശമ്പളം എടുക്കുന്നത് ഞാൻ തന്നെയാണ്, ചെലവഴിക്കുന്നത് ഞാൻ തന്നെയാണ്. എല്ലാം ഞാനാകുന്നതിന് സ്വയം തൊഴിൽ നിന്ന്. പണിയെടുക്കുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാകുമ്പോഴാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇന്നലെ ഞാൻ വളരെ കൃത്യമായി നെറ്റ്വർക്ക് മാർക്കറ്റിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാൻ അതിന്റെ തുടർച്ച എന്നോണം പറയുന്ന ഒരു കാര്യമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിജയത്തിന്റെ 10 തന്ത്രങ്ങൾ എന്ന രീതിയിൽ ഒരു 10 കാര്യങ്ങളെ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരുപാട് നിങ്ങളാണ് ഇതിൽ അഭിപ്രായം പറയേണ്ടത്. കാരണം നിങ്ങളാണ് ഇത് ഉപയോഗിച്ച് നോക്കിയവര്. അപ്പോൾ നമ്മൾ ഇതിന് ടെക്നിക്കൽ വശം പറയുന്നു. ഇത് എത്രത്തോളം നിങ്ങൾക്ക് റെഡി ആവുന്നു എന്ന് അനലൈസ് ചെയ്ത് നോക്കണം. കറക്ഷൻസ് ഉണ്ട്, കറക്ഷനും കൂടി നമുക്ക് മുമ്പോട്ട് പോകണം. ഞാൻ എപ്പോഴും അലട്ടുന്ന 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു പോകാം. പലരും ഈ ഫീൽഡിലേക്ക് വരുന്നത്, ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരൊറ്റ വേർഡിലല്ല ഉപയോഗിക്കുന്നത്. RD, LIC കളക്ഷൻസ്, മറ്റേ ചിട്ടി, ഇങ്ങനെയുള്ള എല്ലാം ഈ സ്വയം തൊഴിൽ എല്ലാ പരിപാടികളും സെയിം ആണ്. ഇതെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കുക. അതാണ് സെയിൽസിന്റെ സെയിൽസ് ആണ് എല്ലാം. സെയിൽസ് കം ടെക്നിക്സ് ആണ് വരുന്നത്. ഇപ്പൊ സെയിൽസിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. 1-2 കാര്യങ്ങൾ നിങ്ങളൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. എത്രത്തോളം ഹാപ്പിനെസ് മാസ്റ്റേറ്റ് ഒന്ന് കണക്ട് ചെയ്യേണ്ട, ആ മെന്റാലിറ്റിയിലേക്ക് പോവുകയും വേണ്ട. ഇത് തികച്ചും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ പറയുന്ന ലോജിക്കാണ്. അപ്പൊ അതുകൊണ്ട് സാർ അവിടെ ഇങ്ങനെയല്ലേ പറയാൻ പഠിപ്പിച്ചത്, ഒരു ബന്ധവുമില്ല. ഞാനല്ല ഞാൻ വേറെ ഞാനാണ് കേട്ടോ. ഓക്കെ, ഡ്രസ്സൊക്കെ മാറ്റിയിടേണ്ടി വരും. ഞാനല്ല ഞാൻ കേട്ടോ. എപ്പോഴും നിങ്ങളെപ്പോലുള്ളവർ നമുക്കൊരു ചിന്തയുണ്ട്, എന്നെ പോലുള്ളവരെല്ലാം വിജയിക്കുന്നു ഈ ഫീൽഡിൽ, എന്നാൽ എനിക്ക് മാത്രം ഒന്നും നടക്കുന്നില്ല എന്ന് ചിന്തിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. നല്ല ആൾക്കാരുണ്ട് ഇതിലുള്ളവർ, നോക്കട്ടെ. എന്നെ പോലെ പണിയെടുക്കുന്നവരെല്ലാം, അവർക്കെല്ലാം ഓർഡർ കിട്ടുന്ന, അവരെല്ലാം വിജയിച്ചു പോകുന്നു. പക്ഷെ എനിക്ക് കിട്ടുന്നില്ല, എനിക്കൊന്നും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? എസ് എന്ന് പറയുന്നവർ നോക്കട്ടെ. എത്ര പേർക്ക് അത് ഉണ്ടെന്ന് നിങ്ങൾ കറക്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ദിവസവും കഷ്ടപ്പെടുന്നു, ശ്രമിക്കുന്നു, ആശിക്കുന്നു, പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദിവസവും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നു, നല്ല ശ്രമം ചെയ്യുന്നുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ വിജയമെല്ലാം അവർക്ക് മാത്രമാണ്, എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ആർക്കാണ് വിജയം ഉണ്ടാവുന്നത്? അത് നമുക്കറിയില്ല. അവർക്ക് കിട്ടുന്നു എന്ന് മാത്രമേ. നമ്മുടെ ഈ സമൂഹത്തില് സെയിൽസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏജൻസിമാർ എന്നിവർ നേരിടുന്ന പൊതുവായ തീവ്രമായ മാനസികവും സാമൂഹികവുമായ വെല്ലുവിളികളിലെ പ്രധാനമാണിത്. ഇത് നമ്മൾ നേരിട്ട് ചിലപ്പോൾ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ താഴോട്ട് പറയാം, 10ഓളം പോയിന്റുകൾ പറയാം. നിങ്ങൾ സമൂഹമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്നവർ സമൂഹം എങ്ങനെയാണ് ഇതിന് കാണുന്നത് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി. ഇതെന്തിനാണ് ഈ പറയുന്നത് വെച്ചാൽ, ഇത് നിങ്ങൾ റിയലൈസ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഈ റിയലൈസേഷൻ ഉണ്ടാവാൻ വേണ്ടി സാമൂഹികമായിട്ടുള്ള വെല്ലുവിളികൾ, സാമൂഹികമായിട്ട് നമ്മൾ ഇതിന് മുമ്പോട്ട് പോകുമ്പോൾ വെല്ലുവിളികൾ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ ഇത് വെല്ലുവിളികൾ നമ്മൾക്ക് അറിയുമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പുറത്തൊന്നും കാണിക്കാറില്ല. പക്ഷെ അകത്ത് നീറുന്ന ഒരു സത്യമാണ് എന്നുള്ളത്. ഒന്നാമതായിട്ട് പറയുന്നേ, എല്ലാവരും പറയും ഈ പറഞ്ഞ, അതായത് സ്വയം തൊഴിൽ നടത്തുന്ന ആൾക്കാർ, നെറ്റ്വർക്കിംഗ് ഏജന്റുമാരെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ ഈ ഏജൻസി, ഈ പറയുന്ന ആള്, സമൂഹം ഒരു കാര്യം പറയും, ഇതൊരു ജോലിയാണോ?
ഇതൊരു ജോലിയൊന്നും അല്ലല്ലോ എന്ന് പറയും. എന്നുവെച്ചാൽ അവർ പറയും ഇതൊക്കെ ഒഴിവുണ്ടാകുന്ന സമയത്ത് വെറുതെ ചെയ്യുന്ന ഒരു പണിയല്ലേ ഇവർക്ക് വല്ല ആവശ്യമുണ്ടെന്ന്. ഒരു ഗുണവുമില്ലെന്ന് ഇതിനകത്ത്. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള പരിപാടി മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ അവരത് വിട്ടിട്ട് പോകും. ഇല്ലേ? ഇങ്ങനെ പറയാറുണ്ടല്ലോ പൊതുവെ. എത്ര കാലം കുറച്ച് പൊതുവേ ശ്രദ്ധിച്ചോ, ഇത് പറയുന്നവർ കുറച്ചു കാലേ ഈ ഫീൽഡിൽ നിൽക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ വിട്ടു പോകുന്നു. കിട്ടുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല. നോക്കിയാൽ മതി. ചില ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആൾക്കാരെ നോക്കിയാൽ മനസ്സിലാക്കിയാൽ മതി. 10, 20, 30, 40 കൊല്ലം ഈ ഫീൽഡിൽ തന്നെ ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ എപ്പോ ചോദിച്ചാലും ഒരു രൂപ ചിലപ്പോൾ ആ മാസം കച്ചവടം നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർ ചോദിച്ചാൽ അവർ ഹാപ്പിയാണ്. പിന്നെ രണ്ടാമത് വരുന്ന കാര്യമാണ് സ്ഥിരമായിട്ടുള്ള വരുമാനം ഇല്ല ഇതിന്. കിട്ടിയാ കിട്ടി, പോയാ പോയി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു മാസ വേതനം ഇതിനകത്തില്ല. പ്രതിഫലത്തിന്, അതായത് എഫേർട്ട് മാത്രമാണ് പ്രതിഫലം. എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക, റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രതിഫലമില്ല. ഇത് നമ്മൾ എവിടെ എത്തിക്കും? പേടിയിലെത്തിക്കും. അത് ചെയ്താൽ നടക്കുമോ പരിപാടി എന്ന് ഒരു ഉറപ്പില്ലാത്ത വരുമാനമാണ്. പക്ഷെ അവിടെ എന്തൊക്കെ മാറ്റം വരുന്നത് നോക്കണം. മൂന്നാമത്തെ കാര്യം, ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളെ മാക്സിമം തള്ളി മാറ്റും. വേണ്ട, ഇവരോട് കൂടണ്ട, കൂടിയാലോ വിളിച്ചു, ഇവർ വിളിച്ചു, ഇതെന്തോ മറ്റേ കാര്യത്തിനാണ്. ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ. RD LIC ഏജൻസിമാർ ഏറ്റവും വലിയ പ്രശ്നമാണ്. RD കളക്ഷൻ ആൾക്കാർ വിളിക്കുമ്പോ പറയും ഇല്ലട്ടോ. എന്താ ഇല്ല, ഈ മാസം അടക്കാനില്ലട്ടോ എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ നിങ്ങൾ യഥാർത്ഥ സെയിൽസ് ആണോ ചെയ്യുന്നത് എന്നുള്ള ഡൗട്ട് നമുക്ക് തന്നെ വന്നു. സെയിൽസ് ആണെങ്കിൽ അങ്ങനെ സെയിൽസ് തന്നെ വിൽക്കുക, അവർക്ക് ഗുണമായി മാറുക, കാശ് മേടിക്കാൻ വരികയാണല്ലോ. പക്ഷെ ഇതല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ വരുമാനം പോലും ഇല്ലാതെ സാമൂഹിക ഇടപെടലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. വരുമാനവും ഇല്ല, നാം നീർക്കണം. പിന്നെ നാലാമത്തെ, നിരന്തരം കേൾക്കേണ്ടി വരുന്ന ഒരു വാക്കുണ്ട്. വല്ലാണ്ട് തളർത്തും ആ വാക്ക്. എന്താണെന്ന് ടൈപ്പ് ചെയ്തേ. നിരന്തരം നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന ചെറിയൊരൊറ്റ വാക്ക്, രണ്ട് പദമുള്ളൊരു വാക്കുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിൽ പോകുന്നവർ കേൾക്കുന്ന ഒരു വാക്കാണ്. ഇംഗ്ലീഷിൽ രണ്ട് അക്ഷരം. അത് നമുക്ക് നൽകുന്ന ഒരു അവസ്ഥയുണ്ട്. 3 അക്ഷരം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. 2 അക്ഷരം കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ. കിട്ടിയാൽ നമ്മള് പറയാറുണ്ടല്ലോ, നെഗറ്റീവ് വന്നാൽ നമ്മൾ തളർന്നു പോകുന്നു പറയില്ല. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് അല്ലേ? ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നോ, നോ, വേണ്ട, പറ്റില്ല. 10 ലക്ഷം രൂപ ഒരാൾ പറയണം, 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ, അടുത്ത വർഷം നിങ്ങൾക്ക് 1,20,000 അല്ല 1,12,000 കിട്ടും എന്ന് പറഞ്ഞാൽ ആൾക്കാർ വേണ്ട കേട്ടോ, ശരിയാവില്ല. എന്ത് 1 ലക്ഷം ഉണ്ടല്ലോ, അല്ല വേണ്ടാന്ന്, ഇപ്പൊ അത് വേണ്ടാന്ന്. ലാഭം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ആൾക്കാർ പെട്ടെന്ന് പറയും. ഇത് ഞാൻ ഈ പറയുന്നതിന്റെ വശം എന്ന് പറഞ്ഞാൽ കൃത്യമായി പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് നോ എന്ന് കേൾക്കേണ്ടി വരും എന്നുള്ള സത്യത്തെ പറ്റിയാണ്. അപ്പൊ വേണ്ട, താല്പര്യമില്ല, ഇത് സ്ഥിരമായി കേട്ട് നമ്മൾ ഇങ്ങനെ പെട്ടുപോകും. പിന്നെ ഏറ്റവും വലുതാണ് 5ാമത്തെ കാര്യം, മറ്റുള്ളവർ വിജയിക്കുന്നു, എനിക്കെപ്പോഴും അസ്വസ്ഥതയാണ്. മറ്റുള്ളവർ വിജയിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന എന്താണ്? അസ്വസ്ഥത. കൂടെ ജോലി ചെയ്ത് എന്താ പറയാ, നമ്മുടെ ടീമിന് താഴെ, പിരമിഡിന് താഴെയുള്ളവർക്ക് കിട്ടിയാലും എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ലെഫ്റ്റ് കിട്ടി, റൈറ്റ് കിട്ടിയില്ലല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വേണ്ട, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലെ, അതില്ല നമുക്കല്ലേ. എന്നാലും വാക്ക് മനസ്സിലായല്ലോ എന്താന്ന്. അസ്വസ്ഥത മാത്രം ഞാൻ പറഞ്ഞു പോവാം. വാക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരും സമ്മതിക്കില്ല കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഇപ്പൊ പറയുന്ന പാക്കെന്താണ്? ഞാൻ എന്ത് പിഴച്ചു, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല. കിട്ടി അല്ലേ, അവള് പറഞ്ഞു കിട്ടി എന്നുള്ള കമ്പാരിസൺ ആൻഡ് ഗിൽട്ട് സ്പൈറൽ എന്ന് പറയുന്ന അതിഭയങ്കരമായ ഒരു സാധനം. 6ാമത്തെ കാര്യം, ഇപ്പൊ ഇവിടെ സുരേഷും ഗിരിജയും രണ്ടുപേരും ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോവാണ്. 6ാമത്തെ കാര്യം ഏറ്റവും പ്രധാനമാണ്. ഈ ഫീൽഡിൽ അനുഭവിക്കുന്ന കാര്യം, സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. എത്ര ഭാര്യ കഷ്ടപ്പെട്ടാലും ഭർത്താവിന്റെ കയ്യിൽ പുച്ഛം എന്ന വാക്ക് പറയാനും പറ്റില്ല, പുഞ്ചം. ഭാര്യക്കൊരു വിലയില്ല അവിടെ. നീ എന്ത് ചെയ്തു ഇപ്പൊ ചിലപ്പോ ഭർത്താവ് കൊണ്ടതിനേക്കാളും കൂടുതൽ കാശ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ ഭർത്താവ് ഡെയിലി ജോലിക്ക് പോകുന്ന രാവിലെ 9 മണി തൊട്ട്, അല്ലെ ഇപ്പൊ 10 മണിക്ക് അല്ലെ, 10 മണി തൊട്ട് ഓഫീസിൽ 5 മണി ഇരുന്നിട്ട് മാസ ശമ്പളം 20,000 രൂപയായിരിക്കും. ഭാര്യ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി മറിഞ്ഞ് നടന്നിട്ട് 25,000 30,000 രൂപ മാസം ഉണ്ടാക്കിയാലും പുല്ലുവില. കുടുംബത്തിന് പിന്തുണ വളരെ റെയറാണ്. വളരെ, നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും വളരെ കുറവ് മാത്രമേ ഇതിനകത്ത് കിട്ടുന്നുള്ളൂ.
ഈ ജോലി വേണ്ട, ഇത് മതിയാക്കൂ, സേഫ് അല്ല, നീ എന്തിനാണ് എന്റെ ഫ്രണ്ടിനെ വിളിച്ചത്, നീ എന്തിനാണ് എന്റെ വീട്ടുകാരെ വിളിച്ചത്, അങ്ങനെയുള്ള നിർബന്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഏഴാമത്തെ കാര്യം, മനസ്സിലെപ്പോഴും അലയടിക്കുന്ന സംശയങ്ങൾ. എനിക്ക് പറ്റുമോ? ഇത് ശരിയായ വഴിയാണോ? ഞാൻ ഈ വഴി തന്നെയാണോ പോകേണ്ടത്? ഞാൻ ചെയ്യുന്ന രീതി ശരിയാണോ? അല്ലേ? 7 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 8ാമത്തെ കാര്യം പറഞ്ഞു പോകാം. പൊതുവേ നമ്മൾ ആരെയും വിളിച്ചു കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല പ്രൊഡക്റ്റ് കൊടുത്തോളൂ, സർട്ടിഫൈഡ് ആണ്, ഗവൺമെന്റ് അംഗീകൃതമാണ്, ISO ഉണ്ട്, എല്ലാ നൂലാമാലകളും ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ താഴെ ഒന്ന് നോക്കിയപ്പോൾ അവിടെ കമന്റ് ചെയ്തിട്ട് ഒരാൾ കമന്റ്, ആരാന്ന് ഞാൻ പേര് നോക്കിയിട്ടില്ല, സാറേ ഗവൺമെന്റ് അപ്രൂവൽ ഉണ്ട്, ISO ഉണ്ട്, എല്ലാം കഴിഞ്ഞാലും ആൾക്കാർ നമ്മളെ പ്രൊഡക്റ്റ് എടുക്കാൻ ഇഷ്ടമല്ല, പരസ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം പോകുന്നു എന്നുണ്ട് ആരോ ഒരാൾ പറഞ്ഞത്. കാരണം അപ്പോ അതായത് പൊതുവായ ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച്. ഇവരെന്തോ പറ്റിപ്പം പരിപാടിയാട്ടോ, ഇതെന്തോ പറ്റിപ്പം പരിപാടിയായിട്ടാണ്, ഇവരുടെ ഉദ്ദേശം പണം പിടുങ്ങൽ മാത്രമാണ് അല്ലേ? ഇത് പറഞ്ഞു ചില ആൾ പറയും, ചില പറയാതെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടതാണ്. LIC ഏജന്റ്, ഞാൻ ഇപ്പോഴും അവർ ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ് ഞാൻ LIC ഏജൻസി. പക്ഷെ ഞാൻ ഒന്നൊന്നും മനസ്സിലാക്കിയില്ല ഇതിന്റെ മഹത്വത്തിൽ. LIC ഏജന്റ് ഒരാൾ സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ പോയപ്പോഴൊക്കെ വിളിക്കും, ദിനേശ എടുക്കണേ, ഒന്നെടുക്കണേ. അപ്പോഴൊന്ന് നമ്മൾ എടുത്ത് 1-2 എടുത്തു, പിന്നെയും അങ്ങനെ കുറെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുവട്ടത്തെ ആൾക്കാർ കേൾക്കുമല്ലോ, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. അവര് പറയാണ്, ഓള് നിന്നെ ഞങ്ങളെ സാധാരണ നാട്ടിൽ പറയില്ല, ഓള് നിന്നെ കൂട്ടി അവർക്ക് അത്ര പൈസ കിട്ടുന്നറിയോ, അതിന് വേണ്ടിയിട്ടാണ് ഈ വിളിച്ചോണ്ടിരിക്കുന്നത്. നിന്നെ നിന്നെ ചേർത്ത് കഴിഞ്ഞാലേ അവർക്ക് എന്ത് ലാഭം കിട്ടുമെന്നറിയോ, ആ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് പറയും. ഇത് നേരിട്ട് അവർക്ക് കിട്ടുമല്ലോ. ആ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ്. പക്ഷെ അവർക്ക് കിട്ടും ലാഭം എന്നുള്ളത് ശരിയാണ്, നമ്മളിൽ തന്നെയാണ് ആ കാശ് പോകുന്നതെന്ന് റെഡിയാണ്. പക്ഷെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ടോ? ഇത് അംഗീകരിക്കണ്ടേ? ശ്രദ്ധിച്ചു നോക്കി. ഇപ്പോഴാണ് എനിക്ക് ഇതൊക്കെ റിയലൈസ് ആയി. ഞാനിപ്പോ നേരത്തെ വൈഫിനോട് പറയാം, കുറെ വൈകിപ്പോയി ഇതൊക്കെ കുറച്ച് റിയലൈസേഷൻ ആവാൻ കുറെ വൈകിപ്പോയി. ഇതൊക്കെ നേരത്തെ ആവണ്ടേ. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ എപ്പോഴേ ഈ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് മൾട്ടി-മില്യണർ ആയനെ. ആവാമായിരുന്നു, ഇത്രയും സാധ്യതകളെല്ലാം. അപ്പൊ ഇത് പൊതുവെയുള്ള ആൾക്കാരെ ആർക്കും ഇതിനകത്തൊന്നും വഞ്ചിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. ഇതിൽ ജുനിയനും നോൺ ജുനിയനും ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. എല്ലായിടത്തും കളകളും ഇതുകളും രണ്ടും ഉള്ളതുപോലെ പറ്റിപ്പൻ ടീമുകളും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ജുനിയൻ ആയിട്ടുള്ള കൃത്യമായ ഡോക്യുമെന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് പറ്റില്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ പറ്റില്ല. നിങ്ങൾ കമ്പനിയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. മാഞ്ചിയം പോലെ ഓട് പോലെയും എന്താ പറയാ, ഇതുപോലെ തേക്ക് പോലെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഉറപ്പ്. പെട്ടെന്ന് പണം കിട്ടും. ഒരാൾ എന്ത് പറയാണ്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കഴിഞ്ഞ ഫസ്റ്റ് ഈ ക്ലാസ്സിൽ വന്നപ്പോൾ ഒരാള് കാഞ്ഞങ്ങാടുള്ള ഒരാള് നമ്മുടെ ക്ലാസ് വന്ന സാറിന് എന്നോട് പറഞ്ഞു, സാറേ ഒരു ആൾ എന്നോട് പറഞ്ഞു 10 ലക്ഷം ഈ മാസം കൊടുത്താല് 3 മാസം കഴിയുമ്പോൾ 20 ലക്ഷമായിട്ട് തിരിച്ചു തരും, ഞാൻ 10 ലക്ഷം കൊടുക്കണം. ഞാൻ തിരിച്ച് മറുപടി അയ്യോ കൊടുക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും കൊടുത്തു കഴിഞ്ഞിട്ടായിട്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. 10 ലക്ഷം കൊടുത്ത് ഞാൻ കൊടുക്കില്ല, അതങ്ങനെ നടക്കുക, കൊടുക്കുക, അല്ല സാറേ അത് തരും എനിക്ക് കിട്ടും. എന്നിട്ട് അവരെന്താ ചെയ്തെന്നറിയോ, ഞാൻ അതും സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അവര് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തു, ഇതൊക്കെ മണ്ണിലും പഠിച്ചു. 6 മാസമായി 8 മാസമായിട്ട് ഈ 10 ലക്ഷവും ഇല്ല, 20 ലക്ഷവും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് നമ്മളോട് പറയാണ്, സാറിന്റെ ക്ലാസ്സിൽ കയറിയതിനു ശേഷം ഞാൻ കൊടുത്ത പൈസ എനിക്ക് കിട്ടിയില്ല. അത് സാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കിട്ടാതെ പോയത്. ഇതിനു മുമ്പൊക്കെ കൊടുത്തത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇതിനു മുമ്പ്, അപ്പൊ പിന്നെ എന്നോട് മുമ്പേ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് കിട്ടിയിരുന്നത്. ഇതിനു മുമ്പ് കിട്ടിയെന്താ അറിയോ? നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ എന്താ കമ്പനിയുടെ പേര് പറഞ്ഞേ, കേസിൽ പോയ കമ്പനിയുടെ പേര് പറഞ്ഞ, ഒരു ക്യാഷ് ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖല ഉണ്ടായാലും പേര് ഞാൻ മറന്നുപോയി. അതിലവർ 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 20 ലക്ഷം രൂപ കിട്ടിയിരുന്നു. എന്നിട്ട് അവർ പറയും ലാഭമാണ് സാറേ കിട്ടി, എനിക്ക് ഇറക്കിയിട്ട്. അപ്പൊ ഞാൻ അത് എങ്ങനെ ശരിയാവുക? അല്ല, അത് കിട്ടിയിരുന്നു എനിക്ക്. 40 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു പല ആൾക്കാരുടെ വെച്ചിട്ട് 20 ലക്ഷം ഇവർക്ക് കിട്ടി. ഇവരെ കമ്മീഷൻ 20 ലക്ഷം കിട്ടി. ഈ പാവത്തുങ്ങൾ 40 ലക്ഷം പോയി. അത് അവർക്ക് പ്രശ്നമാണ്. എനിക്ക് 20 ലക്ഷം കിട്ടിയല്ലോ. അപ്പൊ ഞാൻ പറയും, ഇത് ഫ്രോഡ് പരിപാടിയാണ്. ഇത്തരം ഫ്രോഡ് പരിപാടികളെ നമ്മൾ എന്റർടൈൻ ചെയ്യില്ല, നമ്മൾ പറയില്ല. ഈ 10 എന്നിട്ട് അയാൾ 10 ലക്ഷം കൊടുത്തു, 10 ലക്ഷം കൊണ്ട് അവര് പോയി. നിങ്ങൾ ഒരാളെ പറ്റിച്ചാൽ നിങ്ങളെ പറ്റിക്കാനായിട്ട് 100 പേര് കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം പരിപാടികളൊന്നും ആരും ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോ ഇത് വളരെ കൃത്യമായി പറയാം. ഇത് ഉദ്ദേശം പറ്റിപ്പും പരിപാടി, ജൂനിയർ ആയിട്ടുള്ള സെയിൽസ് നടത്തണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. അതിനകത്ത് ഒരു തരത്തിലും നോക്കരുത്. കാരണം ശ്രദ്ധിക്കുക, ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടിയെന്നു, പക്ഷെ ഈ ഫീൽഡിലല്ല, ഏത് ഫീൽഡിൽ, ബിസിനസ്സിൽ ചിറ്റിംഗ് നോട്ട് ഇട്ട് ആൾ കൂട്ട്, അത് ഒരിക്കലും നിൽക്കാൻ പാടില്ല. എന്നിട്ട് 9ാമത്തെ കാര്യം, പൊതുവായ കാഴ്ചപ്പാട് പറഞ്ഞു. 9ാമത്തെ, ദിവസവും പണി ഉണ്ടാവും,
പക്ഷെ ശമ്പളം ദിവസവും ഉണ്ട്, ടാർഗറ്റ് കിട്ടുമോ എന്നൊരു സംശയം. പണി എല്ലാ ദിവസവും ഉണ്ട്, പക്ഷെ കച്ചവടം നടക്കുമെന്ന് ഒരു പിടിയില്ല, സംശയം. ഒരുപാട് യാത്രയുണ്ടാവും, സമയം ഒരുപാട് ചെലവാക്കേണ്ടി വരും, പ്രതികാരങ്ങൾ ഉണ്ടാവും, റിവെഞ്ചുകൾ, അങ്ങനെ തമ്മിൽ കലക്കി കലക്കി ഒക്കെ ഉള്ളിലുള്ള പോലെ സെൽഫായിട്ടുള്ള വഴക്കാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടാവും, ഇതിന്റെ ഭാഗമായിട്ട് നടക്കും, ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ 10ാമത്തെ ഒരു കാര്യം കൂടി ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി. ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളാണ് പറയേണ്ടത് അനുഭവിക്കുന്നുണ്ടോ ഇല്ലയെന്ന്. 10ാമത്തെ കാര്യം മെന്റൽ ബേൺ ഔട്ട് ആൻഡ് ഐസൊലേഷൻ എന്ന് പറയും. അതായത് ഞാൻ മാത്രമേ ഉള്ളൂ, എന്തിപ്പോ നോക്കിയാലും ഞാൻ സ്വന്തം തന്നെ ചെയ്യണം, സ്വയം ചെയ്യണം, എന്നെ കൊണ്ട് ഇത് വയ്യ, ഒരു സപ്പോർട്ട് ഗ്രൂപ്പിന്റെ സപ്പോർട്ടില്ല. ഒരു സൈഡിലേക്ക് നമ്മൾ ഇത് പിരമിഡാണല്ലോ നിങ്ങളുടെ സിസ്റ്റം. അപ്പോ ഈ സൈഡിലെ റെഡിയാക്കി വരുമ്പോ അടുത്ത സൈഡ് പോകും, അടുത്ത സൈഡിൽ റെഡിയാക്കി വരുമ്പോ ഈ സൈഡ് പോകും. ഇതിനെ വലിച്ചു കൂട്ടി രണ്ടിനെയും കുറിച്ച് മതിയായി ഈ സംഭവം എന്ന് പറയുന്ന മെന്റൽ ബേൺ ഔട്ട് ഇവിടെ ഉണ്ടാവും. സപ്പോർട്ടിന് ആളെ കിട്ടില്ല. ഇവനെ വിളിച്ചിട്ട് നീ ഒന്ന് കച്ചവടം ഇവൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സെയിൽ അവന് കൊടുക്കും, എന്നാൽ നിന്റെ പേരിൽ വന്നാലും ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴേക്കും ഇപ്പോഴത്തെ ആൾ പോയിട്ടുണ്ടാവും. ഇമോഷണൽ ഫാറ്റിഗേജ് എന്ന് പറയുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റി കോമൺ ആകുന്നു. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യമാണ് ഇതിന്. സപ്പോർട്ട് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാതാകുന്നു. അപ്പോൾ കൃത്യമായി ഇതിൽ പാളുന്നു. ഇത് ഇത്രയും ലളിതമായി പറഞ്ഞത്, ലളിതമാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഈ പറഞ്ഞതൊന്നും അല്ല ഇതിന്റെ ഡെപ്ത് എന്ന് എനിക്കറിയാം. അത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ ഇവിടെ വളരെ സമയം. പക്ഷേ വളരെ കാര്യമുണ്ട്, ഇതൊക്കെ ശരിക്കും പഠിച്ച് അറിഞ്ഞ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ക്ലാസ് വന്നവർ ചോദിച്ചിരുന്നല്ലോ, നിങ്ങൾ രത്നകുമാരിയോട് ഞാൻ ചോദിച്ചു, ഒരു ദിവസം ഇരുന്നപ്പോൾ LIC ഏജന്റ് ആണ്, അല്ലെ LIC ഏജന്റ് ആണ്, എന്താണ് ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ നോക്കുന്നത്? അയ്യോ സാറേ കിട്ടുന്നില്ല എന്ന് മാത്രം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എത്ര അതിനു വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് മാറ്റം അവർക്ക് മനസ്സിലായി ഈ സംഭവം എങ്ങനെയാണ്. പൊതുവെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഇതിനെ പറ്റി നിങ്ങൾ ഈ കരയാൻ നിൽക്കുന്ന ഈ ആൾക്കാർ കിട്ടിയില്ല എന്ന് കരയുന്നതല്ലാതെ കിട്ടുന്നതിനെ പറ്റിയിട്ട് ഒരിക്കലും നിങ്ങൾ ആലോചിക്കുന്നില്ല, പ്ലാൻ ചെയ്ത്. നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ അതിലെല്ലാം പോയി ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുന്നതല്ലാണ്ട് യഥാർത്ഥത്തിൽ അവർ പഠിപ്പിക്കുന്നത് ഒന്നും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. അതാണ് വളരെ സങ്കടകരമായി. കഴിഞ്ഞ ദിവസം ഞാൻ ഗിരിജയോട് സംസാരിക്കുമ്പോൾ, ഗിരിജ ഇങ്ങനെയല്ല ഗിരിജ കാര്യം പോകുന്നത്, ഗിരിജ ഉദ്ദേശിക്കുന്ന രീതിയിലേ അല്ല ഈ സാധനം നടത്തേണ്ടത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടൂല. എത്ര വേണം, എന്ത് വേണം എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് വളരെ കൃത്യമായി പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ലായ്മ, ഒരു മെന്റർഷിപ്പ്, ഒരു കോച്ചിങ് ഇല്ലായ്മ, ഡെയിലി ഇമോഷനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കാത്തത്, മൈൻഡ് സെറ്റിനെ ഹീൽ ചെയ്യാൻ, മൈൻഡ് സെറ്റ് നമുക്ക് മാറി വരുന്നത്, ഇതിനെ ഹീൽ ചെയ്ത് സെൽഫായിട്ട് റെഡിയാക്കാൻ പറ്റാതിരിക്കുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പോലെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇന്നർ വർക്ക് ചെയ്യാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് റെക്കഗ്നൈസേഷൻ, അപ്രിസിയേഷൻ എന്ന് പറയും, ഇത് ചെയ്യാൻ പറ്റാത്തതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായ കാരണങ്ങൾ. അപ്പോ ഈ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് ടെക്നിക്കൽ ഉണ്ട്. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു, ഇത് ഞാനിങ്ങനെ എഴുതാനിരുന്നപ്പോൾ ആലോചിച്ച കാര്യമാണ്. ഒരു 10 ദിവസം നിങ്ങളെ 10 കാര്യങ്ങൾ പഠിപ്പിച്ചാൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഷോർട്ടായിട്ട് 10 കാര്യങ്ങൾ നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്ത്, ദിവസം 10 അല്ല, 1 by 1 ആയിട്ട് ലളിതമായി ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് നടക്കും. നടക്കാത്ത കാര്യങ്ങൾ ലളിതമായി നടക്കും. പക്ഷെ അതിനു മുമ്പ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഫണ്ടമെന്റലി നെറ്റ്വർക്കിംഗ്, MLM അല്ലെങ്കിൽ നമ്മുടെ ഈ സെൽഫ് എംപ്ലോയ്മെന്റ്, LIC ആയാലും അഡ്വൈസറി ആയിക്കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെന്റിന്റെ ആയിക്കഴിഞ്ഞാൽ, RD ആയിക്കഴിഞ്ഞാൽ, ഇതൊക്കെ ആക്ച്വലി എന്താണ് ഇതിന്റെ ബിഹൈൻഡ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആൾക്കാരോട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ഒരാൾ ചോദിച്ചിരുന്നു, അല്ലേ, ഓക്കെ 1 ലക്ഷം രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ RD കളക്ഷൻ ആണ് ഒരാൾ ചെയ്ത് നോക്കുക. 1 ലക്ഷം രൂപ ഒരാളെടുത്ത് പറയാം, നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത വർഷം നിങ്ങൾക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കളക്ഷൻ പോകുന്ന ആൾക്ക് ഉത്തരമില്ല. അവർ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് 7% കിട്ടും, 6% കിട്ടും എന്നാ പറയുന്നത്. ആൾക്ക് നമുക്ക് മനസ്സിലാവേണ്ടത് വെച്ചാൽ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ മോളെ സംസാരിച്ചു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഇത് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് കാൽക്കുലേഷൻ, ആ പറയുന്ന പ്രസന്റേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അപ്പൊ കസ്റ്റമറോട് റിജക്റ്റ് അടിക്കും. അവർ നോക്കുന്ന എന്താണ്, പെർസെന്റേജ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്തേക്കാനൊന്നുമില്ല. ഇപ്പൊ കൃഷ്ണേട്ടനെ വിളിക്കാം, കൃഷ്ണേട്ടനോട് 10 ലക്ഷം രൂപ, കൃഷ്ണേട്ടനോട് RD വെക്കാൻ പറഞ്ഞു, കൃഷ്ണേട്ടനോട് കൃഷ്ണേട്ട 10 ലക്ഷം രൂപ നിങ്ങൾ RD വെച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് 6% ഇൻട്രസ്റ്റ് കിട്ടുന്ന പറഞ്ഞാൽ കൃഷ്ണേട്ടന് ഈ 6% ഇൻട്രസ്റ്റ് കണക്കൂട്ടാൻ കാൽക്കുലേറ്റ് എടുക്കാൻ പോകേണ്ടി വരില്ലേ? ഇത് നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ വർഷം ഇപ്പൊ ഞാൻ ചോദിച്ചത്, ഓക്കെ ഈ വർഷം 6 ലക്ഷം കിട്ടും, അടുത്ത വർഷം എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ, ഇല്ല അടുത്ത വർഷം കിട്ടൂല, 7 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ അവിടെ അടച്ചില്ലേ, ഡോർ ഒറ്റയടിക്ക് അടയില്ലേ, 7 ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ,
നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്നല്ലല്ലോ ചോദിക്കുന്നത്. രണ്ടാമത്തെ ഡയലോഗ് എന്താ? ഇല്ല, അടുത്ത വർഷം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, 7 വർഷത്തിന് ശേഷമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആൾക്കാരുടെ മനസ്സ് അവിടെ ക്ലോസ് ചെയ്യും. ഇത് നടക്കൂല കേട്ടോ. എനിക്ക് എന്തിനാണെന്നറിയോ? ആൾക്കാർ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എടുക്കാൻ പറ്റുമോ എന്ന് പേടിക്കും. ഇത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത് ശരിക്കും നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ട്രെയിനിങ് തരുന്നുണ്ട്, പക്ഷെ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി ട്രെയിൻ ചെയ്ത് തരാനുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത്. കാരണം വെച്ചാൽ പലരും കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം, എന്തിനാ ഇങ്ങനെ പറയണേ, എന്തിനാ ഇത് പറയണേ, ഇങ്ങനെ കിട്ടാത്ത അവന്റെ പൈസ അവിടെ ബാങ്ക് കൊണ്ട് അടുത്ത വർഷം എടുക്കുന്നത്. ഒരാളിനോട് പറഞ്ഞു, നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ 365 ദിവസത്തേക്ക് 366 ദിവസത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് വെക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു അതെന്താ? അല്ല, 366 ദിവസം വെച്ചാലേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. അവൻ അതെങ്ങനെ ശരിയാവുക? അല്ലെങ്കിൽ കിട്ടൂല എന്നാണ്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്നും ഇവർക്ക് അറിയില്ല. ഈ പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഇത് അറിയില്ല. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, കാരണം അവരോട് അവിടുന്ന് പറഞ്ഞു 1 വർഷത്തേക്ക് വെക്കാൻ പറയണം കേട്ടോ. 1 വർഷത്തേക്ക് വെക്കാൻ പറയാം, 1 വർഷം 1 ദിവസം വെക്കാം, ആയിക്കോട്ടെ. എന്താണ് ലോജിക്ക് എന്ന് ഇതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ഇത് സംഭവിക്കുന്ന കാര്യം. LICയിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട് ചോദിച്ചാൽ 1-2 പ്രൊഡക്റ്റ്, ബാക്കിയോ? അപ്പൊ ഇതുണ്ടോ? അയ്യോ അതുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതുണ്ടോ? ഇതൊന്നും ഹോംവർക്ക് ചെയ്യുന്നില്ല. എത്ര പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഹോംവർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? 1 മാസം, 2 മാസം? ഇല്ല. പ്രൊഡക്റ്റ് മാറുന്നുണ്ടോ എന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നു, അതും ചെയ്യില്ല. എന്നിട്ട് പറയുന്നത് കിട്ടിയില്ല സാറേ, കിട്ടുന്നില്ല, അവർ തരുന്നില്ല എന്ന് പറഞ്ഞ് നടക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ മതി. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് ജീവിതത്തിൽ സംഭവിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആലോചിക്കുന്നു, അങ്ങനെ വളരെ ലളിതമായി എന്ത് ആലോചിക്കുന്നുവോ അതുപോലെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു XYZ ആളെ വിളിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇയാൾ ഇത് തരാൻ ഇൻവെസ്റ്റ്മെന്റ് തരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ലളിതമല്ല ഈ പരിപാടി, വളരെ ലളിതമാണ്. പക്ഷെ ഇത് എത്ര പറഞ്ഞാലും പിന്നെയും നമ്മൾ അത് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പറയും കിട്ടിയില്ല, വന്നില്ല, തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലോ. അപ്പൊ തന്നില്ല, വന്നില്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഇത് തന്നെയല്ലേ സംഭവിക്കുള്ളൂ. അപ്പൊ എപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്, ശുഭാപ്തി വിശ്വാസം. തൊട്ടതും വെച്ചതും. എന്തുകൊണ്ടാണ് നമുക്ക് മറ്റേ ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്ന ആൾക്കാർക്ക് ഈ ഒറ്റ വാക്ക് ഉപയോഗിച്ച് അത് ഇപ്പൊ കേൾക്കാലോ, എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന വാക്ക് എന്താ? പാടിക്കൊണ്ട് നടന്നപ്പോ അവർക്ക് കിട്ടുന്ന ഗുണം പഴയ പോലെയാണോ ഇപ്പോഴത്തെ ജീവിതം? എന്ത് പറയുമ്പോൾ ഇല്ല കേട്ടോ, നമുക്ക് നോക്കാം അത് എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. കാരണം ലോ ഓഫ് ഗ്രാവിറ്റി എപ്രകാരം വർക്ക് ചെയ്യുന്നുവോ, മുകളിലോട്ടൊരു സാധനം എറിഞ്ഞാൽ താഴോട്ട് തന്നെ വീഴുമെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും കല്ല് എറിഞ്ഞിട്ട് താഴെ നിൽക്കാറില്ല, എന്റെ തലയിൽ വീട്ടുന്നുണ്ട്, ആരും നിൽക്കാറില്ല, അവനടുത്ത് നീങ്ങ തന്നെ ചെയ്യും. കാരണം അവന് ഈ ലോ പഠിച്ചിട്ടൊന്നുമല്ല, അവനറിയാം ഈ സാധനം തലക്ക് വീഴുന്നു. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വീണ് നോക്കിയിട്ടൊന്നും അല്ലല്ലോ. എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അതേപോലത്തെ സാധനമാണ് ലോ ഓഫ് അട്രാക്ഷൻ. പക്ഷെ അത് അംഗീകരിക്കില്ല. ഞാൻ പറയുന്നത് തന്നെ ഞാൻ കേൾക്കുന്നു, അത് തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മാറ്റാൻ തയ്യാറല്ല. എന്താ അറിയോ? അത് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ, അവരെന്തിനാ അങ്ങനെ എടുക്കുന്നത് എന്ന രീതിയിലേക്ക് പോകും. അപ്പോ യൂണിവേഴ്സൽ ആയിട്ടുള്ള നിയമങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം, വാക്കുകൾ ഉപയോഗിക്കുന്നത് മനസ്സിലാകാത്തതും, നിങ്ങളുടെ ആശയങ്ങളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ എന്നറിയുക. അതിനുവേണ്ടി അത് ഇത്ര ചെറിയ പ്രവർത്തനം, പറയുന്നതൊന്ന് കോൺഷ്യസ് ആയാൽ മതി. എന്താണ് ഞാൻ ഈ പറയുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇത് ചിന്തിക്കാൻ ഒരു സമയം തരില്ല, സമയം എടുക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതില്ലാത്തതാണ്. ഇത് ലോജിക്കൽ മൈൻഡോ നോൺ ലോജിക്കൽ മൈൻഡ് ആയാലും 1 മിനിറ്റ് 2 തരത്തിലാണ് നമുക്ക് മനസ്സിനെ പറ്റി പറയുന്നില്ല. നോർമലി ആണെങ്കിൽ പൊതുവെയുള്ള ആൾക്കാർ ചില ലോജിക്കൽ ചിന്തിക്കും, അത് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കും. മറ്റുള്ള അങ്ങനെ ചിന്തിക്കരുത്, നേരെ അങ്ങ് ചെയ്തോളൂ. പക്ഷെ ഏത് ചെയ്താലും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമുക്ക്, ആ എക്സ്പീരിയൻസ് വെച്ച് ശരിയാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ വിജയിക്കും എന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ടീമിൽ വിജയിച്ച ആൾക്കാർ, നിങ്ങളുടെ ടീമിൽ ഇപ്പൊ ഇത് ചെയ്യുന്ന അല്ലെ, കമ്പനിക്ക് ഒരുപാട് ആൾക്കാരില്ലേ, വിജയിച്ച ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല്ലവി എന്താണ്? അത് ഞാൻ നടത്തും, അത് കിട്ടും കേട്ടോ, ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യും കേട്ടോ. ഇതെല്ലാവരും അയ്യോ എനിക്ക് കിട്ടുമോ എന്തോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ശരിക്കും നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. അവരെല്ലാത്തിലും പറയുന്ന പോസിറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ചില സമയത്ത് അവർക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്ന് എന്തും കിട്ടിയോന്ന് പൊതുവെ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, ഇന്ന് എത്രയാ സ്ഥലത്ത് ഞാൻ എത്രയോ സംസാരിച്ചത്. ചിലപ്പോൾ അവന് ഒരാളോടും സംസാരിച്ചിട്ടുണ്ടാവില്ല, വെറും തള്ളായിരിക്കും, ഒരാളോടും പറഞ്ഞില്ല. പക്ഷെ തള്ളാനും ഒരു ധൈര്യം, ഒരു മനസ്സുണ്ട്. ആ മനസ്സ് ചെറുതല്ല, തള്ളുന്നതിന്റെ മനസ്സ് ചെറുതായിട്ട് കാണരുത്. കാരണം അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കും നമ്മളെ. ഇത് നമുക്ക് തള്ളാൻ പറ്റുന്നതേ ഉള്ളൂ. തള്ളണം. സെയിൽസിന്റെ പ്രധാന മേഖലയാണ് തള്ളൊക്കെ. തള്ളിക്കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യും.
മറ്റോ പറയും ഇവൻ പുളു ആയിക്കോട്ടെ, അവൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് എന്താ കാര്യം? നമുക്ക് കാര്യം നടക്കുന്നുണ്ടോ? എൻഡ് ഓഫ് ദ മന്ത് റിസൾട്ട് ഉണ്ടോ? ഇവിടെ ഫിഗർ ഉണ്ടോ? ദാറ്റ്സ് ഓൺലി മേക്ക് സെൻസ്. സെയിൽസിൽ ഓൺലി ഫിഗർ വിൽ മേക്ക് സെൻസ്, നത്തിങ് എൽസ്. ഇത് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന ഒന്നും വലിയ കാര്യമില്ല. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ചിന്തിക്കുക, ആലോചിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇത്രയേ ഉള്ളൂ. ചിന്തിക്കൂ, വിശ്വസിക്കൂ, ആകർഷിക്കൂ. മൂന്നേ മൂന്ന് കാര്യം. ഇത് ചെയ്യാത്തത് മാത്രമേ ഉള്ളൂ വിഷയം. ഇത് ചെയ്യാൻ നിൽക്കുക. അപ്പൊ ഞാൻ 10 സ്ട്രാറ്റജികൾ പെട്ടെന്ന് ക്വിക്കായിട്ട് പോയിന്റായിട്ട് പറഞ്ഞു പോകാം. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 10 സ്ട്രാറ്റജികൾ പറഞ്ഞു പോയി ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. എന്നിട്ട് ഇതിന്റെ ക്ലാസ്സുകൾ കൃത്യമായി ഒരു 10 ഡേയ്സ് ക്ലാസ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന വളരെ വളരെ ചെറിയ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ വെച്ചാൽ എനിക്ക് ഓരോന്നിനെയും എങ്ങനെയാണ് എടുക്കുന്നത് കൃത്യമായിട്ട് ഒരു 10 ഡേയ്സ് സ്ട്രാറ്റജി. അത് ക്ലാസ് ഡിസൈൻ ചെയ്യുന്ന ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എപ്പോഴാവശ്യം വരും അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ ഭാഗത്ത് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന വിഷയം ഇതാണ്, ഇവിടെ എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരുമ്പോൾ ഒരു കസ്റ്റമർ അടുത്ത് പോവുകയാണ്, കസ്റ്റമർ ഇത് എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ആ അടുത്ത് പോകുമ്പോൾ എന്ത് അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കണം, ഇതാണ് ഞാൻ അവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അത്തരം വളരെ ലളിതമായ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ആപ്പ് എടുത്തു നോക്കാം. അവിടെ ഇന്ന ഭാഗത്ത് അത് എഴുതിയിട്ടുണ്ടാവും. ആ ഭാഗത്ത് അത് കൃത്യമായി ഇന്ന സ്റ്റെപ്പ് എടുക്കുമെന്ന് നടക്കും പോകാം. പിന്നെ കഴിവതും സെയിൽസ് ചെയ്യുന്നവരെല്ലാവരും ആ ബുക്ക് ഇംഗ്ലീഷിലാണ് ഇപ്പോൾ ഉള്ളത്, ഒന്ന് മേടിക്കുക. ഇംഗ്ലീഷ് ഒന്ന് കഷ്ടപ്പെട്ട് ഒന്ന് ശ്രമിച്ചു നോക്ക്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മലയാളത്തിൽ വരും. കാരണം മലയാളത്തിൽ എഴുതാൻ കുറച്ച് മടി വെച്ചാൽ ചില വാക്കുകൾ നമുക്ക് മലയാളീകരിച്ച് വരുമ്പോഴേക്കും എന്താ പറയാ, വക്ര ബുദ്ധികളൊക്കെ അങ്ങനെ വളഞ്ഞു പൊളിഞ്ഞായിപ്പോയത് കൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അങ്ങനത്തെ വാക്കുകളാണ്. അപ്പോ 10 സ്ട്രാറ്റജി പെട്ടെന്ന് പഠിച്ചോ, എഴുതി വെച്ചോളൂ നിങ്ങൾ. ഞാൻ കൂടുതൽ വിശദമാക്കി പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ, പക്ഷെ എന്നാലും 10 കാര്യങ്ങൾ വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ ഏത് സെയിൽസ് ചെയ്യുമ്പോഴും ഞങ്ങൾ സെയിൽസ് പഠിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന കാര്യമാണ് മനസ്സിൽ വിജയിച്ച ചിത്രം ഉണ്ടായിരിക്കണം, ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. എന്താണ് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, എത്ര രൂപയാണ് അവിടെ സെയിൽ പ്രതീക്ഷിക്കുന്നത്, എന്താണ് നിങ്ങളത്. ഓരോ കസ്റ്റമർ കാണുമ്പോഴും ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അത് മറ്റൊരു രീതിയിൽ സെയിൽസിൽ പറയാം, അണ്ടർസ്റ്റാൻഡ് യുവർ കസ്റ്റമർ. ഇപ്പൊ ഇതല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ പറഞ്ഞ ക്ലിയർ വിഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ മനസ്സിൽ. അതായത് നിങ്ങൾ പോകുന്ന കസ്റ്റമർ കാറ്റഗറി എന്താണ്, നിങ്ങൾ ഏത് ടൈപ്പ് ആൾക്കാരെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കഴിയും, നിങ്ങളുടെ ടീം എന്താണ്, നിങ്ങൾക്കുണ്ടാവേണ്ട വരുമാനം എന്താണ്, അപ്പോൾ നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുമെന്ന് കൃത്യമായി വിഷ്വലൈസ് ചെയ്യണം. അത് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഇത് ഐഡിയ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തിനു ചെയ്യുന്നു എന്നറിയില്ല. രാവിലെ എഴുന്നേറ്റ് ആരെയാ വിളിക്കണ്ടേ അറിയില്ല, എന്റെ ടീമിൽ ആരെയാ ചേർക്കണ്ടേ, എല്ലാത്തിനെയും ടീമിൽ ചേർക്കും. നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആവും, അതിലേ നടന്നു പോയതിനും ടീമിൽ ചേർക്കും, ഇതിലേ പോയതിനും ചേർക്കും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മളെയും കൊണ്ട് അവൻ പോകുന്ന അവസ്ഥയാണ്. അവനെ വിളിക്കുമ്പോൾ രാവിലെ വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്, ആള് വിളിക്കുകയാണ്, ആ മാഡം ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ നീ അത് ചെയ്യാ ഇത് ചെയ്യാം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിളിച്ചു, എന്തിനാ ദൈവം ഞാൻ വിളിച്ചത് പോയി എന്ന അവസ്ഥയപ്പോൾ നമ്മളെ കംപ്ലീറ്റ് ദിവസം കൊണ്ടാവും പോകും. ഇങ്ങനത്തെ ഒരാളെ ടീമിൽ നിർത്തണോ? ഇല്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടൊരു വിഷൻ വേണം, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ പ്രവർത്തിക്കാം. ജസ്റ്റ് ഹാവ് എ സ്ട്രാറ്റജി അബൌട്ട് മൈസെൽഫ്. രണ്ടാമത്തെ കാര്യം, ഇമോഷണൽ എനർജി കറക്റ്റ് ചെയ്യുക. ബാലൻസ് യുവർ ഇമോഷണൽ എനർജി എന്ന് പറയുന്നത് വളരെ വളരെ റിലവന്റ് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് മനസ്സിലാവില്ല ഈ സാധനം. അസൂയ, കുശുമ്പ്, പരദൂഷണം, എന്താ പറയാ, ഈ സാധനങ്ങളൊക്കെ താഴോട്ടുള്ള എനർജിയും അൺകണ്ടീഷൻ ലവ് അങ്ങോട്ടുള്ള ഹയസ്റ്റ് എനർജി അല്ലെ, ജെനിറ്റീവ് ഹാപ്പിനെസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ എനർജികളിൽ ഇമോഷൻ ഏത് കൊണ്ടുവെക്കണം. എപ്പോഴും പരാതി പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ വിളിക്കുന്ന ഫോൺ എടുക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ എനർജി ലോ ആണ് അല്ലേ. അവര് ഫോൺ എടുത്താൽ തന്നെ ക്വിക്കായിട്ട് നിർത്താൻ പറ്റുന്ന ഇമോഷനിലാണ്, അവർ വലിക്കുന്ന ഇമോഷനിൽ പോവാതിരിക്കണം. അത് മനസ്സിലാക്കണം. അതുകൂടാതെ ആഗ്രഹം ഉണ്ടാവും ആൾക്കാർ. ഇമോഷണൽ എനർജിയുടെ ഏറ്റവും പ്രധാന കാര്യമാണ് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇമോഷണൽ എനർജി കൂടും, പക്ഷെ വികാരം വരില്ല. വികാരം പേടിയായിരിക്കും. ഇത് ചെയ്യണം, അയ്യോ എനിക്ക് എത്ര കിട്ടുന്നൊക്കെ ചിന്തിക്കും. ഇവിടെ കമോൺ, നിങ്ങൾ സെയിൽസ് മീറ്റിംഗ് എല്ലാം പോയിട്ട് വരുമ്പോൾ നിങ്ങൾ ചാടി ചാടി വരും. ഇപ്പാണ് ഞാൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ, തകർത്ത് കളിയെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി അവിടുന്ന് വരുന്ന ടാർഗറ്റ് ഒക്കെ ഏറ്റെടുത്ത് വരും. പിറ്റേഴ്സ് രാവിലെ എഴുന്നേക്കും, ചോട്ടോ ഇതെങ്ങനെ ചെയ്യും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അപ്പോൾ ഇമോഷണൽ എനർജി കൂടി, പിറ്റേ ദിവസം അത് സ്റ്റേബിൾ ആയി നിൽക്കുന്നില്ല, അത് അതിന്റെ വഴിക്ക് പോയി. അപ്പോൾ വിജയം നേടാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായ പോരാ, അതിന് അതിന്റെ വികാരം കൂടി നമുക്ക് ഉണ്ടാവണം. ആ ആഹ്ലാദം നമുക്ക് എന്താ പറയാ, ആഹ്ലാദം അനുഭവിക്കാൻ സാധിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ് ഇമോഷണൽ എനർജിയെ ബാലൻസ് ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം
വളരെ കൃത്യമായി ആലോചിക്കണം. മൂന്നാമത്തെ കാര്യം, ഐ എം റിപ്പീറ്റിംഗ് ദാറ്റ്, മൂന്നാമത്തെ കാര്യം നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പോസിറ്റീവ് സെൽഫ് ടോക്ക് കൃത്യമായി ഇരുന്ന് പറയുക തന്നെ വേണം, പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. എനിക്ക് പറ്റും, ഇതിപ്പോ എന്താ പറയാ, പറ്റൂല കേട്ടോ, കഴിയില്ല കേട്ടോ, വരില്ല കേട്ടോ, തരില്ല കേട്ടോ എന്നത് മാറി എനിക്ക് കഴിയും എന്ന് പറയാനും, ഞാനൊരു ലീഡറാണ്, ഈ ഇതിനെ മുമ്പോട്ട് കൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ ദിവസവും പറയും. ആരും കേൾക്കണമെന്നില്ല, നിങ്ങൾ വെറുതെ ഇരുന്ന് പറഞ്ഞു നടക്കും കേട്ടോ, യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പണ്ട് സെയിൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആകെ തളർന്ന് ഇതാവും, എല്ലാവരും കേൾക്കും. അപ്പോഴും ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ബൈക്ക് ഓടിച്ചിട്ട് പോകും, നോ ദിനേഷ് യു ക്യാൻ ഡു ഇറ്റ്, യെസ് ദിനേഷ് യു ക്യാൻ ഡു ഇറ്റ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട്, അന്നൊന്നും എനിക്ക് നിയമമൊന്നും അറിയില്ല കേട്ടോ. 96 ബാംഗ്ലൂരിൽ ഇങ്ങനെ പോകുമ്പോൾ സെയിൽസ് ഒക്കെ ഭയങ്കര ഡള്ളാണ്. അപ്പൊ മാനേജർ ഇടക്ക് വിളിച്ച്, നല്ല മനുഷ്യനാ, ഐ എം താങ്ക്സ് ടു ഹിം, ഇടയ്ക്ക് വിളിച്ച് കോടിയും എന്തുവാടാ ഇവിടെ ഒന്നും ഇല്ലെന്ന് പറയുമ്പോൾ പോകുമ്പോൾ സങ്കടം വരും. കാരണം കമ്മീഷൻ ഒന്നും കിട്ടൂല, ശമ്പളം മാത്രമേ ഉള്ളൂ. അപ്പൊ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകുന്ന വാക്ക് ഇതാണ്, യെസ് യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ഇപ്പോഴാണ് ഇതിന്റെ ഭാഗമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ മനസ്സിലായത്, അന്നറിയില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി അത് വളരെ കൃത്യമാണ്. നമ്മൾ ലീഡേഴ്സ് ഒരിക്കൽ പോലും നമ്മൾ സെൽഫ് ടോക്ക് കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറച്ച് കാണുകയും ചെയ്യരുത്. നാലാമത്തെ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു കോള് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർ പ്ലസ് ആയിട്ട് നമ്മളോട് സംസാരിച്ചാൽ മാത്രം മതി, ബാക്കി 100 കസ്റ്റമറെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റും. എന്താ അറിയോ, നിങ്ങൾ ഒറ്റ സിമ്പിൾ ആയിട്ട് പറയാം, ഒരു കസ്റ്റമർ നോ പറഞ്ഞു, നിങ്ങൾ ആ കോൺവെർസേഷൻ കട്ട് ചെയ്തു, അടുത്ത കസ്റ്റമർ വിളിച്ചു. ഇപ്പൊ നമ്മൾ അടുത്ത കസ്റ്റമർ നല്ലൊരു റെസ്പോൺസ് തന്നെങ്കിൽ നിങ്ങൾ ഏത് കസ്റ്റമർക്കായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതെന്ന് ടൈപ്പ് ചെയ്യാമോ? ഒരു കസ്റ്റമർ നിങ്ങൾ വിളിച്ചു, സംസാരിച്ചു, ആ കസ്റ്റമർ നോ പറഞ്ഞു, നിങ്ങൾ ആ കോൾ കട്ട് ചെയ്തു. നിങ്ങൾ അടുത്ത കസ്റ്റമർ വിളിച്ചു, അടുത്ത കസ്റ്റമർ എസ് പറഞ്ഞു, നിങ്ങൾ ആരോടാ ഗ്രാറ്റിറ്റ്യൂഡ് പറയാ? വളരെ ശ്രദ്ധിക്കണം കേട്ടത്. ഇതൊന്ന് ശ്രമിച്ചു നോക്കിയേ. ആദ്യത്തെ കസ്റ്റമറോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയോ, രണ്ടാമത്തെ കസ്റ്റമറോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയോ? മറുപടി ഇല്ലല്ലേ? അപ്പൊ പിന്നെ ആ യെസ് യെസ്, അല്ല രണ്ടുപേരോടും പറയണം, ശരിയാണ്. പക്ഷെ ആദ്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ആരോടില്ല വരിക? ഇതിപ്പോ ഞാനിപ്പോ ചോദിച്ചതുകൊണ്ടല്ലോ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഇപ്പൊ മറുപടി പറയും എന്നോട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ മറുപടി അല്ല നിങ്ങൾ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ ചോദിച്ചതുണ്ടെന്നറിയോ, കാരണം 88 നമ്പർ കൃത്യം 88 ആൾക്കാർ. യെസ്, ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിത് ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്നിട്ട് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഉത്തരം പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ മുമ്പേ ആണെങ്കിൽ അങ്ങനെയല്ല. താങ്ക്സ് പറഞ്ഞ് ഫോൺ കട്ടാക്കുമോ? എന്തിനാ? ആദ്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ഫസ്റ്റ് തരില്ല എന്ന് പറഞ്ഞവരോടാണ്, എന്നിട്ടാണ് സെക്കൻഡ് ആൾക്കാർ. എന്തുകൊണ്ടാണെന്നറിയോ? റീസൺ ഉണ്ട് അതിൽ. എന്തുകൊണ്ടായിരിക്കും റീസൺ? ഫസ്റ്റത്തെ ആൾക്കാരോട് ആദ്യം താങ്ക് യു പറയണം, എന്നിട്ട് മാത്രമേ സെക്കൻഡ് ആൾക്കാരുള്ളൂ. എന്താണെന്നറിയോ? ആ ഫസ്റ്റത്തെ ആള് തന്നെ ഓർഡർ നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ആളിലേക്ക് പോവോ? നിങ്ങൾ അവിടെ തീരില്ലേ ഇത്? ഇനി അപ്പൊ നമുക്കൊരു ഗുണമുണ്ട്, രണ്ട് ആൾക്കാർ കിട്ടി. ഇന്ന് അവൻ നോ പറഞ്ഞിരിക്കോട്ടെ, താങ്ക് യു പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് നൽകിയാൽ തിരിച്ചവൻ വീണ്ടും നമുക്കൊരു ഓർഡർ തന്നുകൂടായികയില്ലല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് അവനോട് നൽകിയില്ല, താങ്ക്സ് പറയണതല്ല, മൈൻഡിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ നമ്മുടെ നിയമപ്രകാരം അവൻ വീണ്ടും ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഓർഡർ തരില്ലേ? നിങ്ങൾ രണ്ടാമത്തെ ആളെ വിളിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടില്ലേ, ആ ഒരൊറ്റ കസ്റ്റമറിൽ നമ്മളോട് നിൽക്കുമായിരുന്നില്ല? ഇപ്പൊ 2 കസ്റ്റമർ ആയില്ലേ നിങ്ങൾക്ക്? നാളെ അറിയാതെ തിരിച്ചവൻ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നൽകിയാൽ നമ്മൾ തിരിച്ചെത്തിയേ പറ്റൂ. അവൻ നോ പറഞ്ഞാലും വീണ്ടും നമ്മളല്ലേ. ഇവിടെ ഏറ്റവും സംഭവിക്കുന്നത് അറിയോ? ഒരു കസ്റ്റമർ ഒരു പ്രാവശ്യം നോ പറഞ്ഞു, പിന്നെ കസ്റ്റമർ ആണോ നിങ്ങൾ റിജക്ട് ചെയ്യുന്നത്? നിങ്ങൾ കസ്റ്റമർ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. യഥാർത്ഥം സംഭവിക്കുന്നത് ആരാണ് കസ്റ്റമർ റിജക്ട് ചെയ്തത്? കസ്റ്റമർ ആണ് നിങ്ങളെ റിജക്ട് ചെയ്തോ, നിങ്ങൾ കസ്റ്റമർ റിജക്ട് ചെയ്തോ? കസ്റ്റമർ നോ പറയുന്നത് ദർ ആർ 100 റീസൺസ്. അത് ഞാൻ പഠിപ്പിക്കാം പിന്നെ. അതിന് 100 റീസൺ ഉണ്ടാവും ഒരു കസ്റ്റമർ നോ പറയാനുള്ളത്. അവന്റെ മാനസിക അപ്പോഴത്തെ, അല്ലെങ്കിൽ അവൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ മാനസികാവസ്ഥ. അങ്ങനെ ദർ ആർ മെനി 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 റീസൺസ് ടു സേ നോ. നിങ്ങൾക്ക് ഒരു റീസൺ മാത്രമേ ഉള്ളൂ. അവൻ വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ എന്റെ കയ്യിൽ പ്രൊഡക്റ്റ് എടുത്തില്ല, ഒറ്റ റീസൺ കൊണ്ട് നിങ്ങൾ അവനെ തള്ളുന്നു. അപ്പൊ 100 റീസൺസ് ഉള്ളവനാണോ യൂണിവേഴ്സിന്റെ അടുത്ത് കറക്റ്റ്? നിങ്ങളാണോ? അല്ലേ? ചിന്തിച്ചിട്ട് പോയില്ലല്ലോ ഇത്രയൊന്നും. ചിന്തിച്ചിട്ടില്ലല്ലോ അല്ലേ? ആരും ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഒരാൾ നോ പറയുമ്പോൾ ദർ ആർ 100 റീസൺസ് ഫോർ ദാറ്റ്.
നിങ്ങളാണ് ആളെ തള്ളുന്നത്, അയാളെ എടുക്കരുത്. ചിലപ്പോൾ അതിനേക്കാളും വലിയ എത്രയോ ഉദാഹരണങ്ങൾ, എത്രയോ എക്സ്പെരിമെന്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടാവും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മറക്കാതിരിക്കുക. ഞാൻ പോയിന്റിൽ കയറാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മറക്കാതിരിക്കുക. എപ്പോഴും എല്ലാവരോടും കൊടുക്കാൻ പറ്റുന്ന സാധനം. അഞ്ചാമത്തെ കാര്യം, നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരെ അവോയ്ഡ് നെഗറ്റീവ് എനർജി പീപ്പിൾസ്. ദർ ആർ പീപ്പിൾസ് വിച്ച് മേക്ക് യു നെഗറ്റീവ് എനർജി. അവർ നിങ്ങളുടെ കാർന്ന് തിന്നുകയാണെന്ന് അറിഞ്ഞിട്ടും കൂടെ അവന്റെ കൂടെ തന്നെ നടക്കും. അവനോട് 5 മിനിറ്റ് സംസാരിച്ചാൽ, അവളോട് 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മൾ ഇല്ലതെല്ലാം പോകുമെന്ന് പറഞ്ഞാലും മനസ്സിന് സുഖമില്ലാതിരിക്കും. ഒരു വിളിയും, എടീ അറിഞ്ഞോ, എന്താ എന്റെ കാര്യം ഇങ്ങനെ, ഓ എന്തോ, എങ്ങനെ പോവും അവസാനം. എന്നാ പിന്നെ ഞാൻ മതി. പിന്നെ അന്ന് വർക്കുമില്ല, ഇതുമില്ല, ഒന്നുമില്ല. ഇപ്പോഴും ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നെഗറ്റീവ് പീപ്പിൾസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് വിൽ മേക്ക് യു ബിഗ് പ്രോബ്ലം. ആറാമത്തെ കാര്യം, ഡെയിലി അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട വിജയം നിങ്ങൾ എഴുതിയെടുക്കുക എന്ന് എളുപ്പത്തിൽ പറയും. നിങ്ങൾക്ക് വേണ്ട വിജയം നിങ്ങൾ എഴുതിയെടുക്കുക. എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റും? എപ്പോഴും പോസിറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അത് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒമ്പതാമത്തെ കാര്യം, വിഷ്വൽ ബോർഡ്സ്, അതായത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാന്ന്. വിഷൻ ബോർഡ് എനിക്ക് തോന്നുന്നു ഈ MLM പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും നിർബന്ധമായി വിഷൻ ബോർഡ് സെറ്റ് ചെയ്യിപ്പിക്കുന്നു അല്ലെ. അതിന് തോന്നുന്നു ചെയ്യാതിരിക്കാൻ സാധ്യതയില്ല, കാരണം അതിനെപ്പറ്റി അറിയുന്നവർ എന്തായാലും. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അത് ലക്ഷ്യങ്ങൾ, കാറുകൾ, പൈസകൾ, സ്വത്തുക്കൾ, ബംഗ്ലാവുകൾ, യാത്രകളൊക്കെ അവരതിനെ സെറ്റ് ചെയ്യും. കാരണം അതൊരു ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ എല്ലാ ദിവസവും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ശ്രീമോളാ പറഞ്ഞെന്ന് തോന്നുന്നു. ശ്രീമോൾ എനിക്ക് ഇത് അയച്ച് കാണിച്ചു തന്നിരുന്നു. വിഷൻ ബോർഡ് വലിയ വലിയ യാത്രയൊക്കെ പറ്റിയിട്ടും UK-യിലൊക്കെ പോകുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഇപ്പോഴും തെറിച്ച് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ആ കാര്യത്തിൽ വിഷൻ ബോർഡ് വളരെ 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 ഇതാണ്. പത്താമത്തെ കാര്യം, ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ശരി സംഭവിച്ചു, പക്ഷെ പത്താമത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എല്ലാം വ്യർത്ഥാവിലാവും. ദാറ്റ്സ് കോൾഡ് അലൈൻഡ് ആക്ഷൻ എന്ന് പറയും. ആക്ഷൻ മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല, എല്ലാത്തിനെയും അലൈൻമെന്റ് ചെയ്തുകൊണ്ടുള്ള ആഗ്രഹം. അത് ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, ഓരോ ദിവസവും കുറച്ചെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള സ്മോൾ സ്റ്റെപ്പുകൾ എടുക്കുക എന്ന് പറയുന്ന അലൈൻഡ് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ഈ 10 കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഞാനിപ്പോ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബിസിനസ് മാസ്റ്ററിൽ തന്നെ ക്ലാസ് തുടങ്ങിയ സമയത്ത്, മെന്റർഷിപ്പ് ക്ലാസ് തുടങ്ങിയല്ലോ, ആ സമയത്ത് വെൽനസ് പ്രൊഡക്റ്റില് ഒരാള് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു, മലയാളം സംസാരിക്കുന്നതിന് വളരെ കഷ്ടമാണ്, 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വേറെ സൈഡ് ഇൻകം ഒന്നുമില്ല, എന്നാൽ പിന്നെ തുടങ്ങിക്കളയാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 മാസവും 3 മാസവും ഒറ്റായി ഇത് എടുത്തിട്ട്, വെൽനസ് പ്രൊഡക്റ്റ് എടുത്തിട്ട് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ദിവസം എന്നോട് സംസാരിക്കാൻ വന്നത്, സാർ ഇത് വിൽക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആരും അറിയില്ല, ഞാൻ ആരും വിൽക്കില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമല്ലോ, ശരിയാക്കാമല്ലോ എന്നും പറഞ്ഞ് അവര് ഇതിനുവേണ്ടി വന്നതല്ല, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അവരൊരിക്കലും വെറുതെ സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞു പോയതാ. എന്താണ് സൈഡ് ഇൻകം ഉണ്ടാക്കാന്നൊക്കെ ചോദിക്കുന്ന ഇടയിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എനിക്കത് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് ആൾക്കാരെ അങ്ങനെ അറിയുന്നില്ല നാട്ടിൽ, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. പക്ഷെ ഞാൻ അവരോട് നമുക്കത് ചെയ്യാം, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് സംസാരിച്ചതിന്റെ 4ാമത്തെ ദിവസം, എനിക്ക് തോന്നുന്നു ഗിരിജയൻ സംസാരിക്കുന്നുണ്ടാവും ഇപ്പോഴും, 4ാമത്തെ ദിവസം ഓർഡർ കിട്ടി. പിന്നെ അവര് ഇപ്പൊ എനിക്ക് നല്ല രീതിയിൽ വളരെ ഭംഗിയായി തന്നെ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10,000 രൂപ 20,000 രൂപയൊക്കെ ആവറേജ്, എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, അവർ ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് 10,000 20,000 രൂപയൊക്കെ ഒരു മാസം എങ്ങനെയായാലും ഒരു വരുമാനം ഉണ്ടാക്കും, ചെറിയ സമയം കൊണ്ടാണ്. അവർ ഇത് ചെയ്യില്ല എന്ന് കരുതിയ ആൾക്കാരാണ്. അപ്പൊ ഇത് ചെയ്യാൻ സാധിക്കുക, ഓട്ടോമാറ്റിക് വന്നോളൂ. അവർ പറഞ്ഞു, പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കസ്റ്റമറെ ട്രീറ്റ് ചെയ്തേ ഉള്ളൂ, അവർ ചോദിച്ചതിന് മറുപടി പറഞ്ഞേ ഉള്ളൂ. അവർ പ്രൊഡക്റ്റ് വേറെ സ്ഥലത്ത് വാങ്ങിക്കുന്ന ആളായിരുന്നു, പക്ഷെ നമ്മൾ ആ മറുപടി, അവരെ സംശയം ഉത്തരം പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ട് പിന്നെയുള്ള പർച്ചേസ് നമ്മളെടുത്ത് മാറ്റിയെന്നോ അങ്ങനെയൊക്കെ പറയണ്ടായി. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളെ തന്നെ സെൽഫ് വിലയിരുത്തൽ ശരിയായി നടത്തണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തെല്ലാം വളരെ എളുപ്പമാണ്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക്
ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇതിന് സപ്പോർട്ട് വേണോ, ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷെ ആക്ഷൻ, വീണ്ടും പറയാം, ആക്ഷൻ നിങ്ങളാണ് എടുക്കേണ്ടത്. ഇത്തരം മോട്ടിവേഷൻസ് കാര്യങ്ങളും ഇത്തരം മനസ്സിലാക്കേണ്ട ഇത്തരം തത്വങ്ങളൊക്കെ ലളിതമായി പറഞ്ഞു തരാൻ നമുക്ക് പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ കോഴ്സുകൾ നമുക്ക് ഡിസൈൻ ചെയ്തു വരാം. ഇപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ട് അത് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഈ നമ്മൾ എന്താണ് ഇവിടെ പഠിക്കേണ്ടത് വെച്ചാൽ, ഈ ആകർഷിക്കാൻ, മറ്റുള്ളവരെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കരിഷ്മ തന്നെ വേണം, ഒരു കഴിവ് വേണം. അത് നമ്മൾ അവർ പെരുമാറുന്ന രീതി, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മുടെ മുഖഭാവം, നമ്മൾ അവരോട് കാണിക്കുന്ന അൺകണ്ടീഷണലായ അവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്ത് നിർത്തുക. ഈ അട്രാക്ഷൻ വളരെ നിർബന്ധമായി ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് പഠിച്ചെടുക്കേണ്ടതാണ്. അത് ആദ്യം നമ്മൾ മിററിൽ തന്നെ തുടങ്ങി നമ്മളെ തന്നെ സ്നേഹിക്കും. ഞാൻ ഇപ്പോഴും പറയണേ, എനിക്ക് ആരെയാണ് ഏറെ ഇഷ്ടം, നിങ്ങൾ ആര് ചോദിച്ചാലും ഞാൻ എൻ്റെ വൈഫോട് ഇരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മകൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ മുമ്പ് ഞാൻ പറയും ആരെയാണ് എനിക്കിഷ്ടം, ആരെയായിരിക്കും നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക, എനിക്ക് ആരെയൊക്കെ ഏറ്റവും ഇഷ്ടം. ഇത് നിങ്ങളും കൂടി അംഗീകരിച്ചാൽ മതിയാവും ഫസ്റ്റ്. ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ പറയും, ഭർത്താവിന് പറയുന്നവർ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ പറയുന്നവർ, പബ്ലിക് പറയുന്നവർ വളരെ കുറവായിരിക്കും, മക്കളെ പറയും, അമ്മയൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല സത്യം, അതാവരുത് സത്യം. അവരെയൊക്കെ ഇഷ്ടപ്പെടണം കേട്ടോ, ഇഷ്ടപ്പെടണമെന്നല്ല. ഇതൊന്നും മനസ്സിലാക്കണം. അതെന്താണെന്നറിയോ, ഇത് അവനവനെ വിജയിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് സ്വന്തം വൈബ്രേഷൻ ഉയർത്തുക, സെൽഫ് വൈബ്രേഷൻ ഉയർത്തുക. സെൽഫ് വൈബ്രേഷൻ ഉയർത്തുന്നതിന് ഒന്നാമത്തെ ഘടകമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ആ സെൽഫ് വൈബ്രേഷന്റെ ടൂൾസുകൾ ഉപയോഗിക്കുന്നതിലൂടെ മൈൻഡ് സെറ്റിനെ ട്രാൻസ്ഫോം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, യഥാർത്ഥത്തിൽ അതല്ല എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ആ മൈൻഡ് സെറ്റിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിലൂടെ ഇവർ വിളിച്ചാൽ എനിക്ക് ഓർഡർ കിട്ടുമോ, കിട്ടുമോ, കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഇവരെന്ന് വിളിച്ചോക്കട്ടെ, ഓർഡർ ഒന്ന് എടുക്കട്ടെ എന്ന് കരുതിയിട്ട് വിളിക്കണം. കുറേ ഇതുപോലത്തെ ഇതിന്റെ കുറേ എക്സ്പെരിമെന്റ് സ്റ്റോറികളൊക്കെ നമ്മുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ്, അല്ലെങ്കിൽ നമ്മുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ വളരെ കൃത്യമായി പറയുന്നത് അത്രയും പഴക്കമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ മൈൻഡ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണം, പിന്നെ നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ പറ്റണം, അതുപോലെ നല്ല ടീം ബിൽഡ് ചെയ്യാൻ പറ്റണം, കൃത്യമായ സെയിൽ ഗ്രോത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റണം. നിങ്ങളിപ്പോ പൊതുവെ ആൾക്കാർ ചെയ്യുന്നത്, ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ഇങ്ങനെ പങ്കെടുത്തിരുന്നു മാർക്കറ്റിങ്ങിന്, പറയുന്നത് നീ എന്തേ ഓർഡർ കൊണ്ടുവരാത്തത്, നീ എന്തേ കിട്ടാത്തത്, അത് അങ്ങോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ പറയും. ഇതിനെപ്പറ്റി യാതൊരു ഡീറ്റെയിൽസും ഇല്ലാതെ ഇങ്ങനെ വെറുതെ കൊടുക്കുന്ന എന്താ പറയുക അഡ്വൈസുകളാണ്. ഈ അഡ്വൈസ് ഒന്നും വർക്കില്ല. യഥാർത്ഥത്തിൽ അവന്റെ മാനസികാവസ്ഥ അറിയാത്ത ഒരു അഡ്വൈസ് കിട്ടിയിട്ട് എന്താ കാര്യമുള്ള, ഒന്നുമില്ല. ഗിരിജ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഗിരിജ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ, ഗിരിജ ശരിയാണ് സാർ, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണോ സംഭവിക്കുന്നത് ചോദിക്കുന്നത് വെച്ചാൽ, അത് നമുക്ക് ആ പറയുന്ന ട്യൂണിൽ എവിടെയാണ് ഗിരിജക്ക് ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ വേറൊരാളിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ലല്ലോ. അവരെ അറിയുന്നത്, അവർ ഏത് രീതിയിലാണ് അവർ ബിഹേവിയർ എന്ന് അറിയുന്നതുകൊണ്ട് പറയാൻ പറ്റും. മറ്റൊരാൾക്ക് എനിക്ക് അതുപോലെ മറുപടി നൽകാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്ന വെച്ചാൽ, സെയിൽസ് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണ്. ഞാൻ സെയിൽസിന്റെ ഞാനൊരു കസ്റ്റമർ അടുത്ത് പോയി, ഈ കസ്റ്റമറെ ഞാൻ ഓർഡർ എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ഓർഡർ എടുത്തിട്ടേ പറ്റുള്ളൂ, അതിന് യാതൊരു തർക്കമില്ല. ചിലത് ഞാൻ പോയിട്ട് അവിടെ ഇരിക്കുമ്പോൾ തോന്നും ഇയാളെ ഓർഡർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്ന ഓർഡർ ഞാൻ തിരിച്ചയച്ച് ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട നിങ്ങൾ ഓർഡർ ഇട്ടത്. ഇന്നും ഒരു കസ്റ്റമറിനോട് പറഞ്ഞു, നീ പണ്ട് എൻ്റെ അടുത്ത് ഓർഡർ എടുക്കാതെ പോയതിനാ. ഞാൻ പറഞ്ഞു അന്ന് നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ അല്ലായിരുന്നു. എല്ലാ കസ്റ്റമറിൽ നിന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യൊന്നുമില്ല കേട്ടോ. ഓക്കെ, എല്ലാ കസ്റ്റമറിൽ നമ്മൾ അപ്പൊ ഇതൊക്കെ അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക, മറ്റു കാര്യങ്ങൾ അറിയുക. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവർ, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റു ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക സൈഡ് ഇൻകം ഒക്കെ ഉണ്ടാക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ലത ചോദിച്ചിരുന്നു, വിജേഷ് ചോദിച്ചിരുന്നു ദുബായിൽ നിന്ന് ഒരു സൈഡ്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ വളരെ ശ്രദ്ധിക്കണം. ഈ എവിടെയും പോയി ചാടി വീഴുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒന്ന് അറിയിക്കാനുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ ഞാൻ പിന്നെ പറയാം. തൽക്കാലം നമ്മൾ ഫ്രീ സെഷൻസും കുറച്ച് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കോഴ്സ് വേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് മനസ്സിലായി, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു ആൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. താങ്ക് യു. സംസാരിക്കാം കേട്ടോ. നമസ്കാരം. ഇത്ര 7ഉം 8ഉം ഒന്ന് പറയോ? ഏതാ പോയിന്റ്? 7ഉം 8ഉം പോയിന്റ്. 7ഉം 8ഉം പോയിന്റ് ഞാൻ ഇപ്പൊ പറയില്ല. നാളെ രാവിലെ പോയിട്ട് യൂട്യൂബ് വീഡിയോ കാണാം. ഓക്കെ, അല്ലാതെ ഞാൻ പറയാൻ ഞാനൊന്നറിയില്ല. ഏതാ? സാർ പറഞ്ഞിട്ടില്ല. 9 പറഞ്ഞിരുന്നു. 9 സാർ പറഞ്ഞു. 7 8 പറഞ്ഞില്ലെന്നോ? 7 എനിക്ക് സോറി, 6 പറഞ്ഞിട്ട് നേരെ 9ലേക്ക് പോയി അല്ലേ?
അതെ 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 ഇല്ല, സാറേ 2 പറഞ്ഞു. ഏഴ് പറഞ്ഞു സാറേ. 7 പറഞ്ഞു ഡെയിലി ഇല്ല അഫർമേഷൻ എന്നാ ഞാൻ പോയിന്റ് ഏഴ് ഒന്ന് പറഞ്ഞില്ല അത് പറഞ്ഞില്ല അത് 6 ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞത് ഓക്കെ എല്ലാം മ്യൂട്ട് ടോട്ടൽ ചെയ്തോളൂ 8 പോയിന്റേ വന്നിട്ടുള്ളൂ സാർ. മ്യൂട്ട് ചെയ്തോളൂ പറയാം. ഏഴാമത്തെ പോയിന്റ് മിസ്സായിപ്പോയി. ശരി, ഏഴാമത്തെ പോയിന്റ് ആക്ട് ആസ് ഇഫ് എന്ന് പറയും. അതായത് വിജയിച്ച പോലെ പെരുമാറുക. വിജയിച്ച പോലെ പെരുമാറുക. ഇത് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു നമ്മൾ സാധാരണ ഞാൻ അനുഭവിച്ചൊരു കാര്യം പറയാണ്. അങ്ങനെ എങ്ങനെ ജീവിക്കാന്ന് ഒരു ലളിതമായി പറയാം. നിങ്ങളൊരു എയർ കുഷ്യനുള്ള അല്ലെങ്കിൽ എന്താ പറയാ പുതിയ നമ്മളെ പുതിയ ചെരുപ്പുണ്ടല്ലോ, നമ്മളെ കുഷ്യൻ ചെരുപ്പുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എയർ കുഷ്യനുള്ള ചെരുപ്പ് മേടിക്കാൻ പോകുന്നതായിരിക്കും. നിങ്ങൾ പോയി ആ ചെരുപ്പ് വാങ്ങിക്കാൻ പോയപ്പോ അതിന് 5000 സംതിങ് വില ഉണ്ടെന്ന് കരുതി. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും ഇത്രയും വില കൊടുത്ത് ചെരുപ്പ് വേണ്ട എന്ന് കരുതും. എന്നിട്ട് തിരിച്ച് നിങ്ങളൊരു 2000, 1500, 2000 രൂപയുടെ ചെരുപ്പ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ആ എയർ കുഷ്യൻ ചെരുപ്പിട്ട പോലെ നടക്കാൻ പറ്റുമോ? വളരെ ശ്രദ്ധിക്കണം ഈ കാര്യം കേട്ടോ. കാരണം ലളിതമായി പറഞ്ഞാണ് ആക്ട് ആസ് ഇഫ് എന്ന് പറഞ്ഞതുപോലെ വിജയിച്ച പോലെ പെരുമാറാൻ അത് പറ്റണം. ഞാനതിന് ഇത് ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്തേ ആ ചെരുപ്പ് മറ്റൊരു ചെരുപ്പിട്ട് നടക്കുമ്പോൾ ഈ ചെരുപ്പ് പോലെ നടക്കാൻ എന്തേ പറ്റാത്തത്? അവിടെ എന്താണ് തടസ്സം? രണ്ടും തമ്മിൽ എന്താ തടസ്സം? ഒരു തടസ്സവും ഇല്ല, നിങ്ങൾക്ക് പറ്റുന്നത്. അതുപോലെ വിജയിച്ച പോലെ വെച്ചാൽ ഒരു ടീം ലീഡർ എന്ന് പറഞ്ഞിരിക്കും. ഞാൻ പറയാം ഇതിലത്തെ നെറ്റ്വർക്കിന്റെ ഒരു ടീം ലീഡർ എങ്ങനെയായിരിക്കണം മറ്റുള്ളവരിൽ നിന്നും? നിങ്ങൾ ടീം ലീഡർ അല്ല, യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ടീം ലീഡർ അല്ല, പക്ഷെ നിങ്ങളുടെ ആഗ്രഹം ടീം ലീഡർ ആവുകയാണ്. അപ്പൊ ഒരു ടീം ലീഡർ എങ്ങനെയാ ആവേണ്ടത്? എങ്ങനെ ആവുക? അവര് വേഷവിധാനം, അവര് സംസാരം, അവര് എനർജി, ഇത് മൂന്നും വ്യത്യാസപ്പെടണ്ടേ? മറ്റുള്ളത് വ്യത്യാസം ആയിരിക്കണമല്ലോ. ഇത് മൂന്നും പുറത്തുനിന്ന് എവിടുന്ന് ഒരിക്കലും പോയി മേടിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ഈ സാധനം നമുക്ക് തന്നെ ഉണ്ടായിക്കൂടെ? സംസാരിക്കുന്ന സ്റ്റൈൽ മാറ്റാം, നമുക്ക് എനർജൈസ് ആയിട്ട് നിൽക്കാൻ മറ്റുള്ളവരെത്തുമ്പോൾ നമ്മുടെ ഡ്രസ്സ് നന്നാക്കാം. ഇത് മുന്നേ ചെയ്യാനുള്ളത് ആയിട്ട് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ടീം ലീഡർ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഡ്രസ്സ് മാറ്റൂ, അവരോട് ഇങ്ങനെ സംസാരിക്കുമെന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയാണോ? അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇപ്പൊ ഒരു ചെയ്യാണ്. ഇപ്പോ അടുത്ത മാസം സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത മലേഷ്യക്കുള്ള ട്രിപ്പ് പോകും. എത്ര പേര് ആ അനൗൺസ്മെന്റ് ചെയ്ത ഉടനെ തന്നെ പെട്ടിയും പാസ്പോർട്ടൊക്കെ എടുത്തു വെക്കും? ആരും ചെയ്യില്ല അല്ലേ? കിട്ടുമോ 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 എന്തിനെ? പാസ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കി വെക്കുന്നതിന് എന്താ കുഴപ്പം? പെട്ടി ഒന്ന് എടുത്ത് തെറ്റി വെക്കുന്നതിന് എന്തെങ്കിലും ചെലവുണ്ടോ? എന്നിട്ട് രാവിലെ കാണുമ്പോൾ പെട്ടിയൊക്കെ റെഡിയാണ്, എപ്പോ വേണം പോവാം അല്ലേ? ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്. ഇങ്ങനെ ചെയ്യാൻ സാധിക്കണം. സെയിൽസ് പീപ്പിൾ അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾസ് നോട്ട് നോർമൽ പീപ്പിൾ. എക്സ്ട്രാ ആയിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ആവാൻ പറ്റുള്ളൂ. എട്ടാമത്തെ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നെഗറ്റീവ് പീപ്പിളിനെ അവോയ്ഡ് ചെയ്യണം എന്ന് 5ാമത്തെ പോയിന്റ് പറഞ്ഞല്ലോ. അതേപോലെ 8ാമത്തെ പോയിന്റ് സറൗണ്ടഡ് വിത്ത് സക്സസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം. സറൗണ്ടഡ് വിത്ത് സക്സസ് മൈൻഡ് സെറ്റ്, അതായത് വിജയിച്ചവരുമായിട്ട് കൂട്ടുകൂടുക. അപ്പൊ നിങ്ങൾക്ക് ആരെ കൂട്ടുകൂടാൻ കിട്ടൂടെ? ഏറ്റവും അടുത്ത കൂട്ട് ഏതാണെന്ന് പേര് ടൈപ്പ് ചെയ്ത്. നിങ്ങൾക്ക് വിജയിച്ച ആൾക്കാരുമായിട്ട് കൂട്ടുകൂടണമെങ്കിൽ നിങ്ങൾ ആരെ കൂട്ടുകൂടും ആദ്യം? ആ ഓക്കെ, പേര് ടൈപ്പ് ചെയ്ത് നോക്കി ഉണ്ടോന്ന്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക്. ഞാനിപ്പോ പറഞ്ഞു തരുന്നത് ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾക്ക് എന്നെ തന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ല. എന്റെ പേര് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇങ്ങനെ പറയിപ്പിക്കണം, ഇങ്ങനെ ചെയ്യിപ്പിക്കണം ആൾക്കാരെ കൊണ്ട്. അപ്പോഴാണ് ഇത് വരിക. അപ്പോൾ നമുക്ക് ഭയങ്കര നമ്മളെ എനർജി വല്ലാണ്ട് ഹൈ ആവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഭയങ്കര ഹൈ ആവും. ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സാധനം ഭയങ്കര വലുത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് വെറുതെ ഉണ്ടാവുന്ന സാധനമല്ല. ഇവിടെ 50-100 പേരിലെടുത്ത് 2 ആള് പറഞ്ഞ എന്റെ സെൽഫ് എസ്റ്റീം തകർന്നു പോയാൽ തീർന്നു, ഞാൻ പിന്നെന്തിനാ ഞാൻ നിൽക്കണേ എന്നാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 8ാമത്തെ പോയിന്റ് ആയി. ഇനി 9 പറഞ്ഞല്ലോ. 9 ക്ലിയർ ആയല്ലോ അല്ലേ? സോറി, ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ കാണാൻ പറഞ്ഞ് നിങ്ങളോട് തെറ്റി. ഇനി ഒരു കാര്യം ചെയ്യുക, ഏതായാലും പറഞ്ഞതല്ലേ, നിങ്ങൾ വീണ്ടും 3 പ്രാവശ്യം വീഡിയോ കാണുക, വീണ്ടും പഠിക്കുക പോയിന്റ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനും കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിൽ എത്തും. അതുപോലെ തന്നെ നിങ്ങളെല്ലാം വീഡിയോ പറ്റുമെങ്കിൽ ചാനലിൽ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ചെയ്ത് വെച്ച് നോക്കൂ കേട്ടോ. കാരണം വെച്ചാൽ അവർക്ക് ഗുണമാവട്ടെ, നിങ്ങൾക്കും ഗുണമാവട്ടെ. പിന്നെ
നിങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഇടയ്ക്ക് ഷെയർ ചെയ്തോളൂ. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു ഇറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ബിസിനസ് ഇന്നലെ നമ്മൾ മറ്റേ ക്ലാസ്സിനകത്ത് ഉടനടി ഒരു ബിസിനസ് നടത്തി കണ്ടില്ലേ? നിനക്ക് ബിസിനസ് നടത്താൻ പറ്റും അല്ലേ? അവരിനി എങ്ങനെയായാലും എത്തുമല്ലോ. നിങ്ങൾക്ക് സി ഇറ്റ്സ് നത്തിങ് ടു സേ ഡു ദാറ്റ് എനിത്തിങ്. നിങ്ങൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കും ജിനിയൻ ആയിരിക്കണം, അത് വിറ്റിട്ട് അവർക്ക് ഗുണകരമാണെങ്കിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ മുകുന്ദ് സാറിന്റെ ഇത് എനിക്കതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ, അതുകൊണ്ട് അത് വാങ്ങിക്കുന്ന ആൾക്ക് ഗുണമുണ്ട്, അതുകൊണ്ട് എനിക്ക് അവരിലൊരു നന്മയുണ്ട്. ഞാൻ അതൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് ഗുണം കിട്ടി, ഞാൻ 10 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് വാങ്ങിക്കുന്നവർക്ക് ഗുണം കിട്ടിയ എന്നാൽ രാജലക്ഷ്മി അമ്മ പറയണ്ടായിരുന്നു ഗുണമുണ്ട്. ആ ഗുണമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞപ്പോൾ 10 പേരിലേക്ക് എത്തട്ടെ എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. ഇതെന്താ പറയാതിരുന്നാൽ പറയുന്നതിന് എന്താ കുഴപ്പമുള്ളത്? നോ പ്രോബ്ലം. ഇങ്ങനെ ആയിക്കണം ബിസിനസ്. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം.